ത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എന്ന അത്ഭുതകരമായ കൂട്ടായ്മയിലായിരിക്കുന്നതുകൊണ്ട് ഇന്ന് മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ബിനോയ്. ഹായ് ബിനോയ്. ഹായ് ഒരുപാട് ബിനീഷ് ഒരുപാട് അറിയാ. ഒരുപാട് 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 ഹായ് ബിനോയ് മാഷ്, ഹായ് മാഷ്. ബിനോയ് മാഷ്. ഹായ് 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 മാഷെ. ഹായ്. ഒരുപാട് സന്തോഷം. കാരണം ഞാൻ രാവിലെ ആണല്ലോ മീറ്റിംഗ് എന്നുള്ള വെച്ചിട്ട് ആണ് എന്റെ ഇന്നത്തെ ദിവസത്തെ പ്ലാൻ ചെയ്തത്. അപ്പോ അതിൽ ചെറിയ ഒരു മാറ്റം വന്നു. അപ്പൊ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുകയും അതിനോട് ചേർന്ന് നിന്ന് പോവുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കടന്നു പോകും. അതിപ്പോ സ്വല്പം എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ മാത്രമാണ് മാറ്റം വരുത്തേണ്ടി വന്നത്. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, നടന്നു പോകും. ഏതാണെങ്കിലും നമ്മള് നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് എന്റെ പ്രിയ സുഹൃത്ത് സന്തോഷ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷ് പറഞ്ഞ സന്തോഷിന്റെ ആ രീതിയിൽ നിന്ന് മാറിയ ഒരു രീതി ഞാനങ്ങ് പറയുന്നുള്ളൂ. അത് തന്നെയാണ് സംഭവം. അതാണ് നമ്മുടെ പ്രശ്നവും നമ്മുടെ പരിഹാരവും തന്നെയാണ് സന്തോഷ് പറഞ്ഞത്. വളരെ നല്ല രസത്തിൽ റെയിലുമിലായിരുന്നു സന്തോഷ്. അതിന്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് ചടമ്പേക്ക് ഇടേണ്ടി വന്നതിൽ സങ്കടം ഉണ്ടോ? ക്ഷമ നാളെ തീർക്കാം അല്ലേ? അപ്പോ ഏതാണെങ്കിലും നമ്മുടെ വിഷയം കണ്ടംപ്റ്റ് പ്രിയർ ടു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ്. അതായത് അതിന്റെ മലയാളം അന്വേഷണത്തിന് അതീതമായ അവജ്ഞ എന്നുള്ളത്. അവജ്ഞ എന്നുള്ളത് നമ്മുടെ ഒരു മലയാളം ട്രാൻസ്ലേഷനിൽ വന്നതാണ്. അവജ്ഞ എന്ന് തന്നെയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു സംശയം വരും. അന്വേഷണത്തിന് അതീതമായ അവജ്ഞ, വെറുപ്പ് അല്ലെങ്കിൽ പരിഹാസം എന്നൊക്കെയുണ്ട്. അതീതം എന്ന വാക്ക് ഏറ്റവും നമുക്ക് നോക്കാം. കടന്നുപോയത്, കഴിഞ്ഞുപോയത്, ഭൂതകാലം എന്നൊക്കെയാണ് അതീതം എന്ന മലയാള വാക്കിന്റെ അർത്ഥമായിട്ട് പറയുന്നത്. പ്രയർ ആണ്. പ്രയർ മുൻപുള്ളത്. കണ്ടന്റ് പ്രയർ ടു ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശരിയായ പഠനങ്ങൾക്കോ വിലയിരുത്തലുകൾക്കോ തുനിയാതെ മുൻകൂട്ടി നമ്മൾ വിധി പ്രഖ്യാപിക്കുന്ന ഒരു രീതി ആൽക്കഹോളിക്സ് ആയ ആളുകളിലുണ്ട്. ആൽക്കഹോളിക്സ് ആയ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തിയാലും ആൽക്കഹോളിക് തന്നെയാണ്. പക്ഷെ ഇത്തരം ഒരു പുതിയ ജീവിത രീതിയിലേക്ക് മാറാത്ത ആളുകളിൽ അത്തരം ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയും. ആദ്യമേ ഞാൻ പറയട്ടെ, ഇത് തികച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ്. കഴിവതും ഞാൻ ഈ കോൺട്രവേഴ്സലുകളിൽ തൊടാറില്ല. കാരണം വേറൊന്നും കൊണ്ടുമല്ല. കാരണം നേരിട്ടാണെങ്കിൽ അത് പിന്നെ എളുപ്പമുണ്ട് പറഞ്ഞു തീർക്കാൻ. അപ്പോ തികച്ചും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഒരു രീതിയിലും എന്റെ കാഴ്ചപ്പാടിലും ഉള്ളതാണ് ഞാൻ പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് അതിന്റെ തത്വങ്ങൾ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഒരാളെയും, അത് ക്ലാസ് ബി ആയിക്കോട്ടെ, ക്ലാസ് എ ആയിക്കോട്ടെ, ചെയർമാൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. ആര് സംസാരിക്കുന്നതും അവരവരുടെ പെർസെപ്ഷനാണ്, അവരവരുടെ കാഴ്ചപ്പാടിലാണ്. അതുകൊണ്ട് ഇത് ബിനോയ് എന്ന് പറയുന്ന എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ വായിച്ചറിഞ്ഞതിൽ എനിക്ക് മനസ്സിലായ രീതിയാണ് എന്ന് ഞാൻ ഇതിനു മുമ്പും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിക്കുന്നത് അന്നില്ലാത്ത ആളുകൾ ഇതിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ സിനിമയിലെ കാണാറില്ലേ, ഏതെങ്കിലും സാമ്യമോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും തോന്നല് മാത്രം എന്ന് പറഞ്ഞ മാതിരി ഇത് എന്റെ മാത്രം കാഴ്ചപ്പാടാണ്. അപ്പൊ ഞാൻ പറയുന്ന കാഴ്ചപ്പാടിനോട് ചേർന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ അതിനെ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ അവസാനത്തെ ഡിസ്കഷനിൽ നിങ്ങൾക്ക് തുറന്ന് പറയാവുന്നതാണ്. അപ്പോ മദ്യാസക്ത രോഗിയാവുന്നത് എപ്പോഴോ അവൾ മദ്യം കഴിച്ചപ്പോൾ മുതലേ രോഗിയായിട്ടുണ്ട്. അപ്പൊ ആ മദ്യാസക്ത രോഗി ആ കാലഘട്ടങ്ങളിൽ, അയാളുടെ മദ്യാസക്തിയുടെ മൂർധന്യ കാലഘട്ടത്തിലും അതിന് തൊട്ട് മുമ്പും ഒക്കെ അയാൾ പല കാര്യങ്ങളെക്കുറിച്ചും തീരുമാനമെടുത്തിരുന്നത്, പല കാര്യങ്ങളെക്കുറിച്ചും ആ ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നത്, അവസാനം കൺക്ലൂഡ് ചെയ്തിരുന്നത് മതിയായ ആവശ്യത്തിനുള്ള അന്വേഷണത്തിന് ശേഷമോ അല്ലെങ്കിൽ മറ്റേ പരതലുകൾക്ക് ശേഷമോ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടലിന്റെ മാർഗവും വളരെയധികം കുറഞ്ഞു നിന്നിരുന്നു. നമുക്കറിയാം, നമ്മള് എന്റെയൊക്കെ അനുഭവത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം മിക്കവാറും എല്ലാവരുടെയും തന്നെ ഏതാണ്ട് സമാനമായിരിക്കും എന്ന പ്രതീക്ഷയോടെ തന്നെ പറയട്ടെ. നമ്മളെന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ മദ്യപാനത്തിന്റെ കാലഘട്ടത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ജീവിത രീതിയിലൂടെ പോകുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ നമ്മളെ കാണാൻ വരികയോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും സാഹചര്യത്തിൽ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവര് ഇത് ഒരു രോഗമാണ് എന്ന് പറഞ്ഞപ്പോ എന്റെ ഓർമ്മയുണ്ട്, ആദ്യമായിട്ടൊരാൾ എന്നോട് ഇത് രോഗാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ മറുപടി ഒരു കോപ്പുമല്ല എന്നായിരുന്നു. കാരണം
ഇത് രോഗമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയേല. ഞാൻ അന്വേഷിച്ചിട്ടില്ല, ഞാൻ അത്തരത്തിൽ പഠിച്ചിട്ടില്ല, ഞാനിതൊരു രോഗാന്ന് കേട്ടിട്ടുമില്ല. എന്നിട്ടും ഒരു വ്യക്തി, അയാള് ഒരു കാലത്ത് മദ്യപിച്ചിരുന്ന ആളാണ്, അതെനിക്കറിയാം. ആളൊരു കാലത്ത് മദ്യപിച്ചിരുന്ന ആളാണ്, നന്നായിട്ട് മദ്യപിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ജീവിതം താറുമാറാവുകയും ഒക്കെ ചെയ്തയാള് കുടിയിൽ നിന്ന് മാറി വർഷങ്ങൾ മാറി സുന്ദരമായി സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന അവസ്ഥയിൽ അയാളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അയാൾ എന്നോട് പറഞ്ഞു ഇതൊരു രോഗമാണ്, അതുകൊണ്ടാണ് ഓനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്ത വായിക്കാൻ ഒരു കോപ്പുമല്ല എന്ന് പറഞ്ഞത്. ഇന്നലെ ഇപ്പൊ അങ്ങനെ അങ്ങ് പറ്റിപ്പോയതാ. വേറെ കുറച്ച് കമ്പനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് കൂടിപ്പോയതാ. അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതാണെന്നാ പറഞ്ഞു. ഞാൻ ഒരിക്കൽ പോലും അത് രോഗാവസ്ഥയാണെന്നോ അല്ല എന്ന് ചിന്തിച്ചിട്ടല്ല ഞാൻ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ് ഞാൻ എയിലേക്ക് വന്നു. വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചതിന് ശേഷം ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലെത്തി. ആൽക്കഹോളിക്സ് അനോണിമസിലെത്തി എന്നാൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയില്ല, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് റൂമിലെത്തി എന്ന് പറയുന്ന ശരി. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയില്ല, മീറ്റിംഗ് റൂമിലെത്തി. മീറ്റിംഗ് റൂമിലെത്തി കഴിഞ്ഞപ്പോ അവിടെ വെച്ച് ആളുകള് ഈ പറയുന്ന മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനരെന്ന് ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നാണ്. എന്റെ ജീവിതം ഒന്നും അനിയന്ത്രിതമായി പോയിട്ടില്ല. എനിക്ക് അപ്പൊ തോന്നണതാ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് റൂമിൽ വെച്ച് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ജീവിതമൊന്നും അനിയന്ത്രിതമായി പോയിട്ടില്ല. അങ്ങനെ കുറച്ച് കുടി കൂടിയിട്ടുണ്ട്, അത് ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ ജീവിതത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല. മെലിഞ്ഞു പോയിട്ടുണ്ട്, ആരോഗ്യത്തിന്റെ അതൊക്കെ അങ്ങോട്ട് നന്നാക്കാവുന്നതേ ഉള്ളൂ. കുടിയൊക്കെ ലേശം നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ തടിയൊക്കെ നന്നാവും, ആളെ ഉഷാറായിക്കോളും, അതൊന്നും പ്രശ്നമില്ല. വീട്ടിൽ പൊടി വാങ്ങാൻ പൈസയുണ്ട്, ജോലിയുണ്ട്, ജോലി പോയിട്ടില്ല, ഭാര്യ പോയിട്ടില്ല, മക്കളില്ല ആ സമയത്ത്, അമ്മയുണ്ട്, അല്പ സ്വല്പം സ്ഥലമൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ അതൊന്നും സാരമില്ല. അതിപ്പോ എന്തെല്ലാം കാര്യം പോയിട്ട് അപ്പൊ വീടൊന്ന് മോഡിഫൈ ചെയ്തായിരുന്നു, പെങ്ങളെ കെട്ടിച്ചായിരുന്നു, അപ്പൊ അതിനൊക്കെ വേണ്ടിയാ വിറ്റ്. ഇതൊക്കെ ഞാൻ ആ റൂമിലിരുന്ന് 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ചിന്തിച്ച കാര്യങ്ങളാണ് കേട്ടോ. 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ഞാൻ ചിന്തിച്ച കാര്യമാണ്. അവിടെ ഈ പറച്ചിൽ പറഞ്ഞത് തന്നെ ഒരു പക്ഷേ എനിക്ക് വേണ്ടിയായിരിക്കും. ഞാൻ ആദ്യമായി ചെന്ന മീറ്റിംഗ് എന്നുള്ള നിലയ്ക്ക് എന്റെ ചിന്തയെ ഒന്ന് അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. പക്ഷെ എനിക്കെത്തിയ കൺക്ലൂഷൻ, എനിക്ക് അതായത് കണ്ടക്ട് ടു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്, അതിന്റെ ഒരു കൺക്ലൂഷൻ എനിക്ക് വന്നത്, എന്റെ ജീവിതം അനിയന്ത്രിതമായിട്ടില്ല. ഞാൻ ഒട്ടും മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീനനുമല്ല. ഞാൻ ശക്തിഹീനനാണെന്ന് പരിശോധിച്ചോ എപ്പോഴെങ്കിലും? ഇപ്പൊ നമുക്കറിയാം 10-24 ചോദ്യങ്ങളുള്ള ഒരു പാംലെറ്റ്, ഒരു ലീഫ്ലെറ്റ് നമ്മൾ കാണാറുണ്ട്. ഞാൻ ഒരു കുടിയനാണോ നോക്കാൻ വേണ്ടി 1-ാം പടി ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ക്വസ്റ്റ്യനർ നമുക്കറിയാം. ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും നോക്കാതെ ഞാന് കേൾക്കാത്ത പാടെ ഞാൻ അങ്ങനെയല്ല വിധി എഴുതി. അത് കഴിഞ്ഞ് പിന്നീട് 2-ാം പടി 3-ാം പടി ഒക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് വിധി എഴുതിയത് ആദ്യം കേട്ടോ, അല്ല. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പതുക്കെ മെൽറ്റ് ആവുന്നത്. ചിലരൊക്കെ വേഗം, എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, ഇല്ല എന്നല്ല, സ്വാഭാവികമായ കാര്യം ഞാൻ പറയും. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ജീവിതത്തിന്റെ പല തലങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചും പറയുമ്പോഴോ അല്ലെങ്കിൽ അറിയുമ്പോഴോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴോ ഒക്കെ ഞാൻ അങ്ങനെയല്ല. എല്ലാത്തിനെയും ഡിനേ ചെയ്യാനുള്ള, എന്റെ കുറവുകളെ ഒന്നിനെയും അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു മനസ്ഥിതി എന്റെ മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും വേണ്ട തരത്തിലുള്ള അന്വേഷണങ്ങൾക്കോ ചിന്തകൾക്കോ പഠനങ്ങൾക്കോ വിധേയമാക്കാതെ കേട്ട പാതി കേൾക്കാതെ പാതി ഞാൻ എന്ത് ചെയ്യും, എന്റെ മാത്രം ഭൗതികമായ ചിന്തയിൽ നിന്നുകൊണ്ട് അതിനൊരു കൺക്ലൂഷനിലെത്തും. അത് തന്നെ കണ്ടംപ്റ്റ് പ്രയർ ടു ഇൻവെസ്റ്റിഗേഷൻ ആണ് ആ ഒരു വാക്കിന്റെ അർത്ഥമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അന്വേഷണത്തിന് അതീതമായ, അന്വേഷിക്കുന്നേ ഇല്ല, ഒരു അവജ്ഞയോടെ പുച്ഛത്തോടെ കേട്ടത് ഞാൻ അപ്പൊ തന്നെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞു. ഇതൊക്കെ ഇവർക്ക്, അതൊക്കെ അവരെ ബാധിക്കുന്നത്, ഇറ്റ്സ് നോട്ട് ഓൺ മൈ ബിസിനസ്, ഇറ്റ്സ് നോട്ട് എഫക്റ്റഡ് ടു മീ, എന്നെ ബാധിക്കുന്നതൊന്നുമല്ല എന്ന മട്ടിൽ ഞാനത് തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ആ ഒരു വില്ലിങ്നെസ്, ഓപ്പൺ മൈൻഡ്നെസ്, ആ ഒരു സന്നദ്ധതയും തുറന്ന മനസ്ഥിതിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ മുമ്പിലേക്ക് വന്ന സന്ദേശങ്ങളെ, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ മുമ്പിലേക്ക് വന്ന അറിവുകളെ, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ മുമ്പിലേക്ക് നീട്ടിത്തന്ന ആ വെള്ളത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി എടുത്ത കയറിനെ, കച്ചിത്തുരുമ്പിനെ ഞാൻ എന്ത് ചെയ്യുന്നു, മതിയായ ശ്രദ്ധയില്ലാതെ അതിനെ ത്യജിക്കുന്നു.
അത് ഞാൻ സ്വീകരിക്കുന്നില്ല. നമ്മുടെ ഫൗണ്ടറായ ബിൽ ഡബ്ല്യു തന്നെ വളരെയധികം കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. കാരണം നമ്മൾ ആ തരത്തില് നമ്മളൊരു ശ്രദ്ധയില്ലാതെ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് കാണുന്ന ആളുകളാണ് എന്ന്. അപ്പോ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിന് തന്നെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഓർമ്മ, നമ്മുടെ ആ ഒരു മാനസിക ഭാവത്തിന് തന്നെ മാറ്റം ഉണ്ടാകുന്നു. ശരിക്ക് നമുക്കറിയാം, ആൽക്കഹോളിക്സ് അനോണിമസിലെ റിക്കവറി വേയിലേക്ക് കടന്നവരെല്ലാം ഒരു തുറന്ന മനസ്ഥിതിയും ആ ഒരു സന്നദ്ധതയും ഉള്ളവരായിരുന്നു. എന്തിനു വേണ്ടി? നിലവിലുള്ള വ്യവസ്ഥിതിയിൽ നിന്ന് മാറി, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഒരു പുതിയ അവസ്ഥയെ സ്വീകരിക്കാൻ, അതിനുവേണ്ടി കിട്ടുന്ന നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ ഒരു തുറവി ഉള്ളവരായിരുന്നു, തുറന്ന മനസ്സ് ഉള്ളവരായിരുന്നു. അവർക്ക് മാത്രമാണ് കൂടെ മുമ്പോട്ട് പോകാൻ പറ്റിയത്. അങ്ങനെ ആ മുമ്പോട്ട് പോയപ്പോഴാണ് ആളുകൾ പതുക്കെ പതുക്കെ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിലേക്ക് അടുക്കാൻ തുടങ്ങിയത്. കാരണം ഒരു വ്യക്തിക്ക് മദ്യാസക്തിയിൽ നിന്ന് മാറി നിൽക്കാൻ അത്യാവശ്യമായ രണ്ട് കാര്യങ്ങളാണുള്ളത്. അത്യാവശ്യമാണ്, നെസസറിയാണ്, നെസസിറ്റിയാണ്, അത് കളയാൻ പറ്റില്ല. മദ്യത്തിന് മുന്നിലെ ശക്തിഹീനത സമ്മതിക്കൽ. ഐ ആം പവർലെസ്, ഐ ആം പവർലെസ്, ഞാൻ ശക്തിഹീനനാണ്. ഞങ്ങൾ എന്നൊക്കെ പടികളിൽ എഴുതിയാലും നമ്മൾ പറയേണ്ട വാക്ക് ഞാൻ തന്നെയാണ്, ഒറ്റയ്ക്കാ പറയുന്നത്. മദ്യത്തിന് മുന്നിൽ ശക്തിഹീനത ഞങ്ങൾ സംബന്ധിച്ച് വി എന്നുള്ള വാക്കിന്റെ പോലെ അവിടെ അയ്യ തന്നെയാ. ഞാൻ പവർലെസ് ആണ്, ഐ ആം പവർലെസ് എന്നുള്ളത്, ആ ഒരു ശക്തിഹീനത അംഗീകരിക്കണം. അതുപോലെ തന്നെ എല്ലാത്തിനും ജീവിതത്തിൽ ഉത്തരം കണ്ടെത്താനുള്ള കഴിവില്ലായ്മ. എന്നെ കൊണ്ട് എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ എന്നേക്കാൾ വലിയ ഒരു ശക്തിക്ക് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, എല്ലാ പ്രശ്നങ്ങളില്ല, കുറെ പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ആ മാറ്റാൻ പറ്റാത്തതിനെ സ്വീകരിക്കുകയും മാറ്റാൻ പറ്റുന്നതിനെ മാറ്റാനും പറഞ്ഞ് തിരിച്ചറിയാൻ പറഞ്ഞതിന് കാരണം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മുഴുവനും, അതിന് മുഴുവൻ ഉത്തരം കണ്ടെത്താനോ അതിന് പരിഹാരം കണ്ടെത്താനോ എനിക്ക് കഴിവില്ല. അപ്പൊ രണ്ട് പവർലെസ്, മദ്യത്തിന് മുമ്പിലെ പവർലെസ്നെസ്സും അതുപോലെ തന്നെ എല്ലാത്തിനും പരിഹാരം കണ്ടെത്താനുള്ള ആ കഴിവില്ലായ്മയും തുറന്ന് സമ്മതിക്കുന്ന വ്യക്തിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗമുള്ളൂ. പക്ഷേ മുൻകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് അറിയലായിരുന്നു. നമ്മുടെ ആ ഒരു സ്വഭാവത്തിന്റെ ആയിരിക്കാം, നിഷേധ വ്യക്തിത്വത്തിന്റെ ആയിരിക്കാം, ആ ഡിനയലായിരിക്കാം നമ്മളെ കൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ആ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ഇതിനെയൊക്കെ എതിർക്കാൻ, ഇതിനോടൊക്കെ എന്താ പറയാ, മുഖം തിരിച്ചു നിൽക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെ അംഗീകരിച്ചാൽ നമ്മുടെ 12 പടികളിലൂടെ നമുക്ക് ഓഫർ ചെയ്യുന്ന ആ ഒരു വലിയ ആ അനുഭവം, നമുക്ക് 12 പടികളിലൂടെ കടന്നുപോയാൽ കിട്ടുന്ന എന്താണെന്ന് 12 വാഗ്ദാനങ്ങളിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്, അവിടെ ഇപ്പൊ കടക്കുന്നില്ല. ആ ഒരു വലിയ നമുക്ക് കൈവരിക്കാൻ കഴിയും. ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും. കാരണം അവർ ഈ പടികളെ ചെയ്ത് അവരുടെ മനസ്സിനുണ്ടായ ആ ഒരു എന്താ പറയാ, ആ രൂപാന്തരീകരണം, പരിണാമത്തിലുണ്ടായ മാറ്റത്തിലുണ്ടായ അവസ്ഥയിലാണ് അത് അനുഭവപ്പെടുക. അങ്ങനെ അത് അനുഭവപ്പെടാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അത്യാവശ്യമായ ഈ രണ്ട് കാര്യങ്ങളും കണ്ടെത്തുന്നുവെങ്കിൽ അയാൾക്ക് 12 പടികൾ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ വീഴ്ച കൂടാതെ നേടാൻ കഴിയും ആണ്. ആൽക്കഹോളിക് ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച്, മീറ്റിംഗിലാവട്ടെ അല്ലാണ്ടാവട്ടെ, മീറ്റിംഗ് കൂടെ വെച്ച് മാത്രമേ ഇത് പറ്റുള്ളൂന്നില്ല, അല്ലാണ്ടായാലും ശരി, ഈ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെ, മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനത സമ്മതിക്കാനും അതേമാതിരി എല്ലാത്തിനും ജീവിതത്തിൽ ഉത്തരം കണ്ടെത്താനുള്ള കഴിവ് എനിക്കില്ല എന്നുള്ള ആ പരമമായ സത്യവും അംഗീകരിക്കാൻ കഴിഞ്ഞാൽ, കണ്ടെത്തിയാൽ അയാൾക്ക് 12 പടികൾ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കുറവുമില്ലാതെ, കൂടാതെ അന്വേഷണത്തിന് അതീതമായ അവജ്ഞ അയാളിൽ നിന്ന് ഉണ്ടാകുന്നില്ല. കാരണം അയാൾ പിന്നെ അങ്ങനെ ചെയ്യില്ല. കാരണം എല്ലാം എനിക്ക് ഉത്തരം അറിയാം, എല്ലാം അറിയാവുന്നവനാണ് ഞാൻ എന്ന അഹം എന്ന ആ ഒരു പ്രശ്നം വലുതാവുമ്പോഴാണ് ഒന്നും ആലോചിക്കാതെ നമ്മൾ തള്ളിക്കളയുക. അയാൾ പറയുന്നത് കേൾക്കുക പോലും ചെയ്യാതെ അയാൾ പറയാൻ പോകുന്നത് എന്താണെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക്. അപ്പം അതുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അയാൾക്ക് ഈ പറയുന്ന അന്വേഷണത്തിന് അതീതമായ അവജ്ഞ, കണ്ടംപ്റ്റ് പ്രയർ ടു ഇൻവെസ്റ്റിഗേഷൻ എന്ന മനോഭാവം അയാളിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനും, സ്വീകരിക്കാൻ പറ്റാത്തത് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനും, തള്ളിക്കളയാനുമുള്ള മനസ്ഥിതി അയാൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, പലപ്പോഴും
ഈ പല കാര്യങ്ങളോടും നമ്മൾ വിമുഖത കാണിച്ചിട്ടുണ്ട്. മദ്യാസക്തിയുടെ കാലഘട്ടത്തിലും മദ്യാസക്തി കഴിഞ്ഞ് എയിലേക്ക് വന്ന ആദ്യ കാലഘട്ടങ്ങളിലും നമ്മൾ ഒരുപാട് കാര്യങ്ങളോട് ഈ പറയുന്ന മതിയായ പരിശോധന ഇല്ലാതെ അവജ്ഞ കാണിച്ചിട്ടുണ്ട്. പലപ്പോഴും ആത്മീയതയോടെ അത് കാണിച്ചിട്ടുണ്ട്. എന്തൊരു ഭയങ്കര സിജോ മൈക്ക് ഓഫ് ചെയ്യണം. സിജോ സിജോ അപ്പോ പലപ്പോഴും ആത്മീയപരമായ പരാമർശങ്ങൾ വരുമ്പോ ആത്മീയപരമായ കാര്യങ്ങളെ അഭിമുഖീകരിക്കപ്പെട്ടപ്പോഴാണ് ഏഴെത്തി മുമ്പ് പിന്നെ എല്ലാം അവജ്ഞയായിരുന്നു. ഏഴെത്തി കഴിഞ്ഞപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റാതെ പോയ ഒരു കാര്യം, നമുക്ക് ആ ഒരു വലിയ ശക്തി, എന്നേക്കാൾ വലിയൊരു ശക്തി, ദൈവം അല്ലെങ്കിൽ ഹയർ പവർ, പിന്നെ ആത്മീയമായ പാപ്പരത്വം അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് എന്നൊക്കെയുള്ള ആ ഉണർവ് എന്നൊക്കെയുള്ള പദങ്ങള്, ആ പ്രയോഗങ്ങള്, അതിനോട് ചേർത്തുള്ള ചില ചിന്തകളൊക്കെ വരുമ്പോഴേക്കും പിന്നെ ഇതൊക്കെ തന്നെയാ പള്ളി കേട്ടത്, അമ്പലത്തിൽ കേട്ടത്, അല്ലെങ്കിൽ മുസ്ലിയാര് വയൽ പറഞ്ഞപ്പോ കേട്ടത്, ഇത് കേൾക്കാൻ വേണ്ടി എവിടെ വന്നത് എന്നൊക്കെയുള്ള ഒരു മടുപ്പോ വെറുപ്പോ എന്തൊക്കെയോ ഒരു മാനസിക ഭാവങ്ങളൊക്കെ ആദ്യകാലത്തുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴോ ഉണ്ടായ ആ എയിലെ ഞാൻ ഇതുകൊണ്ടാണ് എടുത്തെടുത്ത് പറഞ്ഞത്, അംഗങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത്. ഈ സിദ്ധാന്തങ്ങളൊന്നുമല്ല ആദ്യകാലത്ത് സ്വാധീനിക്കപ്പെടുന്നത്. കാരണം ഈ സിദ്ധാന്തങ്ങളൊക്കെ എന്നെ വെറുപ്പിച്ച സാധനങ്ങൾ. എന്റെ അവസ്ഥയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ വെറുപ്പിച്ചതാണ്. രണ്ടാം പടിയിൽ എന്റെ ഒരു സുഹൃത്ത് ഇന്നലെ എന്നോട് സംശയം ചോദിച്ച പോലെ തന്നെ ഞാനൊരു വിശ്വാസിയായിരുന്നു. ആദ്യകാലത്ത് മദ്യപിക്കുന്ന ആദ്യകാലത്തും മദ്യപാനത്തിന് മുമ്പും ഞാനൊരു വിശ്വാസിയായിരുന്നു. ഞാനൊരു ഈശ്വര വിശ്വാസിയായിരുന്നു. ഞാൻ ജനിച്ച ആ മതത്തെയാണ് എനിക്ക് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ആ മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. പക്ഷെ കുടിയുടെ മൂർധന്യാവസ്ഥയായപ്പോഴും എനിക്കെന്തോ വിശ്വാസമൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ ആ വിശ്വാസത്തിന് കോട്ടം തട്ടിയിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ വിശ്വാസം ഉണ്ടാവുകയും പിന്നീട് ആ വിശ്വാസത്തിന് അതിന്റെ ആ ഒരു കോട്ടം തട്ടുകയും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ദാർഢ്യത്തിന് മോശം വരികയും ചെയ്യുന്നയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിശ്വാസിയല്ല, വിശ്വാസിയല്ലാത്ത അവസ്ഥയിലാണ്. അത് വലിയ അപകടമാണ്. നമ്മൾ രണ്ടാം പടി പറഞ്ഞത് വിശ്വാസിയെയും കുഴപ്പമില്ല, അവിശ്വാസിയെയും കുഴപ്പമില്ല. ഒരിക്കൽ വിശ്വാസം ഉണ്ടായിരിക്കുകയും പിന്നീട് വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ പറഞ്ഞ ദൈവത്തോട് അടുക്കാൻ അല്ലെങ്കിൽ എന്നേക്കാൾ വലിയൊരു ശക്തിയോട് അടുക്കാൻ വലിയ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്. കാരണം അവർ ആ ഒരു തരത്തിലുള്ള രൂപത്തിലേക്ക് അതിനെ ചിത്രീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ മീറ്റിങ്ങിൽ വന്ന് ഞാൻ വരുന്ന എന്റെ മീറ്റിങ്ങിൽ ഞാൻ വരുമ്പോൾ തന്നെ ഏതാണ്ട് 20 വർഷം കഴിഞ്ഞ ആളുണ്ട്. അതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ വരുമ്പോൾ തന്നെ 17 വർഷം 18 വർഷമൊക്കെ ആയ ആളുകൾ ഞാൻ വരുന്ന എന്റെ ഹോം ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അവര് സംസാരിക്കുന്നതൊക്കെ ഈ പറയുന്ന ഒരു ആത്മീയതയോട് കലർന്ന വശത്ത് വിട്ടുകൊടുക്കേണ്ടതിന്റെ ആവശ്യകത, മറന്നു കളയേണ്ടതിന്റെ ആവശ്യകത, ക്ഷമിക്കേണ്ടതിന്റെ ആവശ്യകത, സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത, അതിനവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ, ഇത് ഇന്ന് വന്ന എനിക്കത് കേൾക്കുമ്പോ എനിക്കത് ഇങ്ങോട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. ഇതൊന്നും ആവശ്യമില്ലാന്ന്, ഞാനിവിടെ കുടി നിർത്താനാ വന്നതെന്ന് എന്നൊക്കെയുള്ള ചിന്തകളാണ് എനിക്ക്. കാരണം ഈ ആത്മീയത അല്ലെങ്കിൽ വലിയ ശക്തിക്ക് വിട്ടുകൊടുത്ത് നമ്മൾ ആത്മീയമായ പാപ്പരത്വം അനുഭവിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ആ ഒരു ഇത് കേൾക്കുമ്പോഴേക്കും ഞാനതിനെ എന്ത് ചെയ്തു, മതിയായ ചിന്തകൾക്ക് വിധേയമാക്കാതെ എന്നിൽ ഇത് ബാധകമാണോ എന്ന് നോക്കാതെ ഞാൻ എന്ത് ചെയ്തു, അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. മുൻവിധിയോടെ ഞാൻ ആ സംഭവത്തെ തള്ളിക്കളഞ്ഞു. നമുക്കറിയാം ഈ മറ്റേ അന്വേഷണത്തിന് അതീതമായ അവജ്ഞ എന്ന പ്രയോഗം നമ്മുടെ ബിഗ് ബുക്കില് ആത്മീയ അനുഭവം എന്നുള്ള ആ ചാപ്റ്ററിലാണ് അത് വരുന്നത്. നമ്മുടെ ബിഗ് ബുക്കിലെ ആത്മീയ അനുഭവം എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് അതിന്റെ അവസാനത്തെ സെന്റൻസ് ആണ്, അതാണ് അന്വേഷണത്തിന് അതീതമായ അവജ്ഞ എന്ന വാക്ക്. അപ്പൊ ഇത്തരം പദങ്ങളോട് നമ്മൾ വളരെ ഒരു ഇതാക്കിയിരുന്നെങ്കിൽ അല്പം കഴിഞ്ഞപ്പോ എയിലൂടെ മുമ്പോട്ട് പോകാൻ തുടങ്ങിയപ്പോ, മറ്റു പല മീറ്റിങ്ങുകളും കൂടാൻ കഴിഞ്ഞപ്പോ, മറ്റു പലരുമായും ഇടപഴകാൻ കഴിഞ്ഞപ്പോ ഒരു പൊളിച്ചെഴുത്തിന് വിധേയമായി. ഞാൻ അറിഞ്ഞല്ല. ഞാൻ അതുകൊണ്ട് തന്നെ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നത്. മറ്റു പലരും വളരെ കഷ്ടപ്പെട്ട് സ്പോൺസറിലൂടെയോ മറ്റോ ഒക്കെ ഈ പടികളെ കുറിച്ചൊക്കെ കേട്ട് അതൊക്കെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരത്തിലാണ് അവർക്ക് ഈ ഭാഗത്തേക്ക് ഒരു തുറക്കൽ ഓപ്പണിംഗ് കിട്ടുക. പക്ഷെ എനിക്കങ്ങനെ അല്ലായിരുന്നു. കാരണം ഞാനൊരു കെട്ടുപൊട്ടിയ പട്ടം പോലെ ഏലും പറക്കുകയായിരുന്നു. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന പോലെ, മീറ്റിംഗിൽ നിന്ന് മീറ്റിംഗിലേക്കും പ്രോഗ്രാമിൽ നിന്ന് പ്രോഗ്രാമിലേക്കും ഇങ്ങനെ പാഞ്ഞപ്പോ എവിടെയൊക്കെയോ വെച്ച് കിട്ടിയ ചില കാര്യങ്ങൾ എന്നെ സ്പർശിച്ചു. എവിടെയൊക്കെയോ വെച്ച് അത് കിട്ടാനിടയാക്കിയത് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സർവീസുമായി ചേർന്ന് നിന്നുകൊണ്ടാണ്. സർവീസിലുള്ള ഒരാളായതുകൊണ്ടാണ് മറ്റു പല സ്ഥലത്തെ ആളുകളെയും എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്.
അവരുമായുള്ള സഹവാസം അവരുമായുള്ള സൗഹൃദത്തിന് വഴിവെച്ചു. അവരുമായുള്ള സഹവാസം അവരുമായുള്ള എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ തന്നെയാണെങ്കിലും പക്ഷെ ഈ പറഞ്ഞ സർവീസിലുള്ളത് കൊണ്ടുള്ള ആ സൗഹൃദം, ആ സഹവാസം ഒരു വ്യക്തിപരമായ സൗഹൃദത്തിലേക്ക് വളർന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ള പരിപാടികളിലൊക്കെ പോകാനും പിന്നെ സംസാരിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും ഒക്കെയുള്ള ഇട വന്നതുകൊണ്ട് ധാരാളം സ്ഥലങ്ങളിൽ എയുടെ ആ ഇതുമായിട്ട് പോകാൻ കഴിഞ്ഞു. അവിടെയൊക്കെ പോയി ചിലപ്പോൾ ഏതൊക്കെയോ ചില സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് എന്നെ വല്ലാതെ ഇളക്കി മറിക്കുന്ന തരത്തിലുള്ള ചില ഷെയറിങ്സ് കേൾക്കാൻ, ചില പേഴ്സണൽ രാത്രിക്കൊക്കെ റൂമിൽ വന്നിട്ടുള്ള വർത്തമാനങ്ങളിൽ ചിലത് കേൾക്കാനൊക്കെ കഴിഞ്ഞു. അതിലെവിടെയോ ആണ് എൻ്റെ മനസ്സിലും എനിക്ക് അവജ്ഞയുണ്ടായിരുന്ന ഈ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന തോന്നൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന തുറന്ന മനസ്സോടെ വില്ലിങ്നെസ് ആൻഡ് ഓപ്പൺ മൈൻഡ്നെസ്, സമ്മതം വേണം. ഏത്? ശക്തിഹീനനാണ് എന്ന സമ്മതം. രണ്ടാമത് തുറന്ന ഹലോ കേൾക്കാം. കേൾക്കാം കേൾക്കാം. കേൾക്കാം കേൾക്കാം. ഇങ്ങനെ കണ്ടതുകൊണ്ടാണ്. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം തുറന്ന മനസ്സോടെയുള്ള ഒരു അന്വേഷണം നമുക്ക് അനിവാര്യമാണ്. എയിലെത്തി, എയെ കണ്ടു, എയിലെത്തി മുമ്പോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യത്തോടും മുൻവിധിയോടെയുള്ള സമീപനം സ്വീകരിക്കരുത്. രണ്ടാമത് ഒരു കാര്യത്തിനും നമ്മൾ മതിയായ അന്വേഷണത്തിന് ശേഷമല്ലാതെ വിധി പറയരുത്. കേൾക്കുമ്പോഴെ ചാടിക്കേറി മാഷ് ഫോൺ വന്നോണ്ടിരിക്കുകയാണെന്ന് ചെയ്യാൻ തോന്നുന്നു. കഴിയും. ഹലോ, ഫോൺ വന്നോണ്ടിരിക്കുന്നു തോന്നുന്നു. അതെ, വരും. അതായത് ഞങ്ങൾക്ക് 1-ാം തീയതി പ്രവേശനോത്സവമല്ലേ, അതുമായി ബന്ധപ്പെട്ട സാരമില്ല, അത് ഞാൻ കട്ട് ചെയ്തോളാം. കേൾക്കാലോ അല്ലേ? ഹലോ, കേൾക്കാം. കേൾക്കാം കേൾക്കാം. തുറന്ന മനസ്സോടെയുള്ള ഒരു അന്വേഷണം നമുക്ക് അനിവാര്യമാണ്. നമ്മളെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലേക്കാണ് കേൾക്കുന്നത്, നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ബിഗ് ബുക്കില് 60-ാമത്തെ പേജില് നമുക്ക് കാണാം, 60-ലും 59-ലും ഒക്കെ ആയിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നത്. ബിഗ് ബുക്കിൽ 59-ാമത്തെ പേജിൽ ABC എന്ന് പറഞ്ഞുകൊണ്ട് 3 കാര്യങ്ങൾ നമുക്ക് കാണാം. ബിഗ് ബുക്കിൽ 59-ാമത്തെ പേജിൽ 1, 2, 3-ാമത്തെ പാരഗ്രാഫിലായിട്ട് ഞങ്ങൾ അമിത മദ്യപാന രോഗികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ആണ് ഒന്നാമത്തെ പ്രശ്നം. അത് ഒരു സ്പിരിച്വൽ പ്രോഗ്രാമാണ്, ഒരു റിലീജിയസ് പ്രോഗ്രാം അല്ല, ഒരു സ്പിരിച്വൽ പ്രോഗ്രാമാണ്, ആത്മീയമായ ഒരു പദ്ധതി. അത് 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള പുസ്തകത്തിന് മുമ്പിൽ വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ആത്മീയമായ തത്വങ്ങൾ എന്ന് തന്നെയാണ് പറഞ്ഞത് 12 പടികളെ കുറിച്ചിട്ട്. അപ്പോ ഇവിടെ കൃത്യമായി കാണുന്നു, ഞങ്ങൾ അമിത മദ്യപാന രോഗികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. We were alcoholic and could not manage our own lives. പക്ഷേ ഒരു മിനിറ്റ്, അതെ, ഇനി ഒരു റിക്വസ്റ്റ്, വീണ്ടും പ്രോബ്ലം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഉള്ള ആൾക്കാര് ഇറങ്ങിപ്പോയാൽ വീണ്ടും കയറാൻ പറ്റില്ല. ദയവ് ചെയ്ത് എല്ലാവരും ലൈനിൽ തുടർന്ന് പോവുക. കോള് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റിജക്ട് ചെയ്യാം. ഔട്ടായാൽ കയറാൻ പ്രോബ്ലം ആണ്. ഔട്ടായവർ ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രശ്നം വീണ്ടും വന്നിട്ടുണ്ട്, അതൊന്ന് അറിയിച്ചാൽ മറ്റേ. ഓക്കെ. അപ്പോ രണ്ടാമത്തത് ബി, ഞങ്ങളുടെ രോഗം അമിത മദ്യപാനാസക്തി ശമിപ്പിക്കുന്നതിന് മിക്കവാറും ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നു. ആണ് that probably no human power could have relieved our alcoholism. ഞങ്ങളുടെ രോഗം. അപ്പൊ നോക്കിയേ, ഇവിടെ മനുഷ്യശക്തിക്ക് കഴിയാത്തപ്പോ എന്ത് ചെയ്യണം? മനുഷ്യന് അതീതമായ ഒരു ശക്തിക്ക് കഴിയൂ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യശക്തിയും കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞത്? മറ്റേ പദം ഉപയോഗിച്ചാൽ ആദ്യമേ അതിന് ഇട്ടേച്ചു പോയെന്ന് ഒരുവൻ. അങ്ങനെ ഗഹനമായിട്ട് ചിന്തിക്കാത്ത വർഗമാണല്ലോ, കാരണം എന്ത് തള്ളിക്കളയുന്ന വർഗമാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ രോഗം അമിത മദ്യപാനാസക്തി ശമിപ്പിക്കുന്നതിന് മിക്കവാറും ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നില്ല. സി, ദൈവത്തെ തേടിയാൽ ദൈവത്തിന് സാധിക്കുകയും രോഗശമനം വരുത്തുകയും ചെയ്യും. ആണ്, ദൈവത്തെ തേടിയാൽ ദൈവത്തിന് ഇതിന് സാധിക്കുകയും രോഗശമനം വരും. ദാറ്റ് ഗോഡ് കുഡ് ആൻഡ് വുഡ്, ആ 2 പ്രയോഗങ്ങളും ശ്രദ്ധിക്കുന്നില്ല, കുഡും വുഡും. ഇഫ് ഹി വർ സോട്ട്
ബിഗ് ബുക്ക് തന്നെ പറയുന്നു നമ്മളോട്, ഈ അവസ്ഥയിലാണെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പോകാൻ കഴിയും. ഒരു മനുഷ്യശക്തിക്കും ഈ നിങ്ങളുടെ രോഗത്തെ പരിഹരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. 58 പേജ് 58 ബിഗ് ബുക്കിൽ എത്തുമ്പോഴേക്കും നമുക്ക് കാണാം വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ, സൂത്രശാലിയും കൗശല ചിന്താകുഴപ്പമുണ്ടാക്കുന്നവനും ശക്തനുമായ മദ്യം സഹായം കൂടാതെ നമുക്ക് താങ്ങാനാവാത്തതാണത്. പക്ഷെ സർവ്വവിധ ശക്തിയുള്ള ഒന്നുണ്ട്, ആ ഒന്നാണ് ദൈവം. നിങ്ങൾ ഇപ്പോൾ അവനെ കണ്ടെത്താൻ ഇടവരട്ടെ. എത്ര രസകരമാണൊക്കെ. സൂത്രശാലിയും ചിന്താകുഴപ്പമുണ്ടാക്കുന്നവനും ശക്തനുമായ മദ്യം സഹായം കൂടാതെ നമുക്ക് താങ്ങാനാവാത്തതാണ്. ഒറ്റയ്ക്ക് പറ്റില്ല, പക്ഷേ സർവ്വവിധ ശക്തിയുള്ള ഒന്നുണ്ട്. അപ്പൊ സഹായം വേണം. അതിന് ഏറ്റവും നല്ല സഹായം ആരാ? എല്ലാത്തിനും ശക്തിയുള്ള, എല്ലാ തരത്തിലുള്ള സഹായം, സർവ്വവിധ ശക്തിയുമുള്ള ഒന്നുണ്ട്, ആ ഒന്നാണ് ദൈവം. നിങ്ങളിപ്പോൾ അവനെ കണ്ടെത്താൻ ഇടവരട്ടെ. നിങ്ങൾ കണ്ടെത്തട്ടെ എന്നല്ല പറഞ്ഞത്, കണ്ടെത്താൻ ഇടവരട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം സാധ്യത കുറവുണ്ട്, എല്ലാവരും കണ്ടെത്തുന്നില്ല. അങ്ങനെ എല്ലാവരും കണ്ടെത്തിയിരുന്നെങ്കിൽ ഏയിൽ വന്ന മുഴുവൻ ആളുകളും എന്ത് ചെയ്തേനെ? രക്ഷപ്പെട്ടേനെ. എല്ലാവരും ഇത് കണ്ടെത്താത്തത് എന്തുകൊണ്ടാ? കേട്ടപ്പോ തന്നെ ആ അവജ്ഞയോടുകൂടി അതിനെ തള്ളിക്കളഞ്ഞു. അതാണ് അന്വേഷണത്തിന് അതീതമായ അവജ്ഞയോടുകൂടി, അന്വേഷിക്കാൻ മെനക്കെടാതെ. പിന്നെ കോപ്പ് ഓരോന്നൊക്കെ പറയുന്നു, വേറെ വാർത്ത, അവനൊക്കെ ഇപ്പോ കൂടി നിർത്തി സന്യാസിയായിരുന്നേ എന്ന് പറയുന്ന പോലെ ഉള്ള അവസ്ഥയിലേക്ക് പോയത് കൊണ്ട് അവരത് കണ്ടെത്താതെ പോകുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ എന്റെ ജീവിതത്തിൽ വളരെ കൃത്യമായിരുന്നു. ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏതോ ഒരു ഭാഗ്യം, ആരോ ചെയ്ത പുണ്യം, എനിക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നപ്പോൾ കിട്ടിയ ഏതോ ചില സ്പാർക്ക് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് നിലനിൽക്കാനുള്ള ഇട വന്നത്. ഇന്നൊക്കെ കുറേയും കൂടെ പ്രോഗ്രാം വളർന്നു, ആളുകൾ പ്രോഗ്രാം അറിയാവുന്നവരായി. ഇപ്പൊ എയിലെത്തുന്ന പലരും അവർക്ക് പ്രോഗ്രാം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് വരുന്നത്. നമുക്ക് പ്രോഗ്രാം തന്നെ അറിയത്തില്ലായിരുന്നു വന്ന കാലത്ത്. അപ്പോ എ മീറ്റിംഗ് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എയെ കുറിച്ച് കേട്ടിട്ട് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നൊക്കെ വരുന്ന ആൾക്കാർ ഒരു 6 മാസം 7 മാസം ഒക്കെ ആകുമ്പോഴേ തന്നെ എനിക്ക് പടികൾ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് എന്നെ സഹായിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് സ്പോൺസറെ കണ്ടെത്തേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ബോധ്യത്തോടു കൂടി വരുന്ന ആളുകളാണ്. അത് നമ്മുടെ വളർച്ചയുടെ ഭാഗമായി നമുക്ക് തന്നെ കാണാം. അതുപോലെ തന്നെ ബിഗ് ബുക്കില് പേജ് 46 പേജില് വളരെ മനോഹരമായിട്ട് തന്നെ വീണ്ടും വരുന്നു നമുക്ക് കാണാവുന്ന ഒരു സാധനം. ദൈവത്തെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ തന്നെ ആശയത്തിലുള്ള ദൈവത്തെയാണ്. ഇത് പലപ്പോഴും ദൈവസങ്കല്പത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഒരു സാധനമാണ്. അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെയാണ് കേട്ടോ. അപ്പം ദൈവത്തെ കുറിച്ച് നിങ്ങളോട് 46 ഞങ്ങൾക്ക് ആത്മീയ തലം എന്നാൽ വിസ്തൃതവും എല്ലാം ഉൾക്കൊള്ളുന്നതും ഒരിക്കലും ഒന്നിനെയും പുറന്തള്ളാത്തതുമാണ്. 1ാമത്തെ പാരഗ്രാഫിലാണ്. ഞങ്ങളുടെ ആത്മീയ തലം എന്ന് പറയുന്നതാണ് വിവേകാനന്ദൻ പറഞ്ഞ പോലെയാണ് ചിക്കാഗോയിൽ. ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഇൻ സാൻസ്ക്രിറ്റ് അവിടെ എക്സ്ക്ലൂഡ് എന്നൊരു വാക്കില്ല, ഇൻക്ലൂഡ് എന്നേ ഉള്ളൂ. സ്വീകരിക്കുക എന്നുള്ളൂ, തിരസ്കരിക്കുക എന്നൊരു വാക്കില്ല. അതാണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞ പോലെ ആത്മീയ തലം എന്നാൽ വിസ്തൃതവും എല്ലാം ഉൾക്കൊള്ളുന്നതും ഒരിക്കലെയും ഒന്നിനെയും പുറന്തള്ളാത്തതും ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന, ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക, ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന, അതാണ് ആത്മാർത്ഥമായ, സിൻസിയർ, ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന, ആരെയും തടയാത്തതുമായ ഒന്നാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി തുറന്നു കിടക്കുന്ന ഒന്നാണ് അതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് 1ാമത്തെ പാരഗ്രാഫിലാണ്. 1ാമത്തെ പാരഗ്രാഫിൽ 1ാമത്തെ ലൈൻ തന്നെ ആ ഒരു ഫുൾ സ്റ്റോപ്പ്, ഞങ്ങൾ കണ്ടുവന്ന ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ വരുന്നതാണ്. ഞങ്ങൾക്ക് ആത്മീയ തലം എന്നാൽ അതാണ് ഒന്നിനെയും പുറന്തള്ളാത്ത, എല്ലാത്തിനെയും സ്വീകരിക്കുന്ന, ആർക്ക് വേണമെങ്കിലും കടന്നു വരാവുന്ന, ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് ലഭ്യമാകുന്ന ഒന്നാണ് ഈ തലം. അപ്പോ നമ്മൾ ആത്മാർത്ഥമായി അന്വേഷിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കതിൽ വിശ്വാസം വരണം. നമുക്കതിൽ ആ വലിയ ശക്തിയിൽ വിശ്വാസം വരണം. ആ വലിയ ശക്തിയിൽ വിശ്വാസം വന്നെങ്കിലേ നമ്മൾ എന്ത് ചെയ്യൂ? ആ അന്വേഷണത്തിനുള്ള കഷ്ടപ്പാട് സഹിക്കാനും അത് അറിഞ്ഞിട്ടേ മതിയാവുകയുള്ളൂ എന്നുള്ള പ്രവർത്തനങ്ങൾക്ക് മുമ്പോട്ട് പോകാനും തയ്യാറാവുകയുള്ളൂ. എല്ലാവർക്കും ഇത് ലഭിക്കും. പക്ഷേ ഈ പറഞ്ഞ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്കാണത് ലഭ്യമാവുക. ആരുടെ മുമ്പിൽ തടഞ്ഞു വെച്ചിട്ടില്ലെങ്കിലും ലഭ്യമാവുക എന്ന വസ്തുത നമ്മൾ കാണേണ്ടതാണ്. അതേ പേജിൽ തന്നെ ഉണ്ട്, 46 അതേ പേജിൽ തന്നെ, അതേ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെയുണ്ട്. ദൈവത്തെ പറ്റി ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ തന്നെ ആശയത്തിലുള്ള ദൈവത്തെ. ഇനി ആരും വഴക്കൂടണ്ട, ഞങ്ങളുടെ ദൈവത്തെ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പം എന്തോ അത്
ആത്മീയമായി ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ കാണുന്ന എല്ലാ ആശയങ്ങൾക്കും ഇക്കാര്യം ബാധകമാണ്. ആത്മീയത എവിടെയൊക്കെ വരുന്നു, അതാണ് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഗോഡ് എന്ന പദം വരുന്നിടത്തൊക്കെ ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് എന്ന് അണ്ടർലൈൻ ചെയ്ത് കാണാം. നമ്മൾ മനസ്സിലാക്കുന്ന, ഞങ്ങൾ മനസ്സിലാക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന ദൈവം എന്ന സങ്കല്പം. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നമാക്കണ്ട, നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി തന്നെ പ്രവർത്തിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഈ പറയുന്ന മുൻവിധി കൂടാതെ മതിയായ അന്വേഷണം കൂടാതെ വിധി പറയുന്ന പ്രവണത മാറുകയും നിങ്ങൾ മതിയായ അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും ചെയ്യും. വിധി പറയുകയല്ല, കണ്ടെത്തുകയും ചെയ്യുമെന്ന ഒരു കാര്യം വരുന്നത്. നമ്മുടെ ബിഗ് ബുക്ക് തന്നെ 44-ാമത്തെ പേജ് അത് വരുന്നു, വേണ്ടത്ര ശക്തിയുടെ അഭാവം. 44-ാമത്തെ പേജില് ആണ് ഈ കാര്യം വരുന്നത്. നമ്മുടെ പാരഗ്രാഫ് ഞാൻ നോട്ട് ചെയ്തില്ല. വേണ്ടത്ര ശക്തിയുടെ അഭാവം, അതായിരുന്നു ഞങ്ങളുടെ ഗതികേട്. നമുക്കുണ്ടായിരുന്ന കുഴപ്പം എന്തായിരുന്നു? നമ്മളെ സഹായിക്കാൻ മതിയായ ഒരു ശക്തിയുടെ അഭാവം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ശക്തിയുടെ അഭാവം, അതായിരുന്നു ഞങ്ങളുടെ ഗതികേട്. ഞങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട ഒരു സാഹചര്യം നൽകുന്ന ഒരു ശക്തിയെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. കുടിയുടെ കാലത്ത് നമ്മളത് കണ്ടെത്തിയില്ല. അത് കണ്ടെത്തേണ്ടത്, അതായത് 44-ാമത്തെ പേജിലെ 3-ാമത്തെ പാരഗ്രാഫ്, അതാണ് ഈ പറയുന്നത്, ഞാനിപ്പോ പറഞ്ഞ സംഭവം. 44-ാമത്തെ പേജിലെ 3-ാമത്തെ പാരഗ്രാഫ് അതാകട്ടെ വളരെ സ്പഷ്ടമായും ഞങ്ങളെക്കാൾ മഹത്തായ ഒരു ശക്തിയാകേണ്ടതല്ലായിരുന്നു. ആണ് ഞങ്ങളെക്കാൾ വലിയ ഒരു ശക്തിക്ക് മാത്രമേ, ഞാൻ എത്ര വലിയ ആളാണെങ്കിലും ശരി, അതിനേക്കാൾ വലിയ ഒരു ശക്തിക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. പക്ഷേ ഈ ശക്തിയെ എങ്ങനെ, എവിടെ കണ്ടെത്താൻ പറ്റും? അത് തിരിച്ചറിയേണ്ടതുണ്ടായിരുന്നു. അത് തിരിച്ചറിയണമെങ്കിൽ ഈ പറഞ്ഞ വില്ലിങ്നെസ്സും ഓപ്പൺ ഈ ആ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ശക്തിയെ കണ്ടെത്താനാവൂ. ഈ എത്ര കാലം നമ്മൾ അന്വേഷിച്ചാണെങ്കിലും ഈ പ്രോസസ് ആനന്ദ അതിന്റെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന് കണ്ടെത്താം. അപ്പൊ നമുക്ക് ഈ ശക്തിയെ എങ്ങനെ പറഞ്ഞു തരുന്നതാണ്, അതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിഗ് ബുക്ക്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തിയുള്ള, നമ്മളെക്കാൾ വലിയ ഒരു ശക്തിയെ കണ്ടെത്താൻ വേണ്ടി ഒരു വ്യക്തിയെ സഹായിക്കുക. അന്ന് നമുക്കറിയാം, ഇന്നത്തെ പോലെ മീറ്റിങ്ങുകളോ സ്പോൺസർമാരോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ മദ്യാസക്തി എന്ന പ്രശ്നം അഭിമുഖീകരിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവരിലേക്ക് സന്ദേശം എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബിഗ് ബുക്ക് എന്ന ഗ്രന്ഥം രചിക്കാൻ കാരണമായത്. 12 പടികളിലൂടെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന ഒന്നാണ് നമ്മളെക്കാൾ ഒരു വലിയ ശക്തിയെ കണ്ടെത്തുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം എന്ന് നമുക്ക് കാണാം. അപ്പൊ തീർച്ചയായിട്ടും ആ ദൈവത്തോടുള്ള നമ്മുടെ അടുപ്പം, ആ ദൈവത്തോടുള്ള ചേർച്ച, അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള നമ്മുടെ തയ്യാറെടുക്കല്, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും എയിൽ വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ഈ മാറാത്ത ഒരു സ്വഭാവമാണ് അന്വേഷണത്തിന് അതീതമായ അവജ്ഞ എന്ന് പറയുന്നത്. അത് കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളിലും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മൾ വളരെ കാലം നമ്മൾ പഠിച്ച അല്ലെങ്കിൽ ആ രീതിയിൽ വളർന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനെയും ഒറ്റയടിക്ക് അതൊന്നല്ല എന്ന് പറഞ്ഞ്, എനിക്കൊക്കെ ഒരുപാട് അനുഭവം ഉണ്ട്. എന്റെ സ്റ്റാഫൊക്കെ ചിലപ്പോൾ അത് പറയും, സാർ ആദ്യം എതിർക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാട്ടോ, അത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, എന്നാൽ കുഴപ്പമില്ല എന്ന് പറയും. സാറിന്റെ ഒരു ഗുണം അത്. അതായത് കുറച്ച് കഴിയുമ്പോൾ സാർ അത് അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുന്നത് ഞാൻ എന്നോട് തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാൻ ചിലപ്പോൾ എതിർത്തിട്ടുണ്ടാവും, അത് ശരിയാകിയാണ്. ഈ എതിർക്കുന്നത് ഇപ്പോഴും എനിക്കറിയാം, കൃത്യമായും നമ്മൾ ആലോചിക്കാതെ ഉള്ള ഒരു എതിർക്കലാണ്. കേട്ട പാതി കേൾക്കാത്ത പാതിയുള്ള എതിർക്കലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ദൈവത്തെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. നമ്മൾ 2-ാമത്തെ പടിയിൽ അത് നമ്മൾ കാണാൻ തുടങ്ങുന്നു. എങ്ങനെ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ നമ്മളെക്കാൾ വലിയ ഒരു ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. വിശ്വസിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, വിശ്വസിച്ചിട്ടില്ല എപ്പോഴും. കാരണം നമുക്കങ്ങനെ എത്ര പെട്ടെന്ന് വന്നു കയറിയ ഉടനെ വിശ്വസിക്കാനൊന്നും പറ്റുകയില്ല. പൂർണ്ണമായും വിശ്വസിക്കാൻ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അത് ആ പ്രയോഗം തന്നെ പുസ്തകത്തിൽ കിടക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. 3-ാമത്തെ പടിയിലാവുമ്പോൾ നമുക്ക് ഈ 12 പടികളും ഈ പറഞ്ഞ നമ്മളെക്കാൾ വലിയൊരു ശക്തിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ്. അങ്ങനെ പോകുമ്പോൾ
നമുക്ക് ഈ വലിയ ശക്തിയെ അന്വേഷിച്ച് കണ്ടെത്തി ആ ശക്തിയുടെ സഹായത്തോടെ നമ്മുടെ പ്രശ്നത്തിന്, ഏത് പ്രശ്നം, നമ്മുടെ അനിയന്ത്രിതമായ ജീവിതം എന്ന പ്രശ്നത്തിന് അനിയന്ത്രിതമായ സ്വഭാവങ്ങളെയും അല്ല നമ്മുടെ വ്യക്തിപരമായ മറ്റു പ്രശ്നങ്ങളെയും ഒക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല ഒരു മനുഷ്യനായി ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന് പറയുന്ന പോളിസിയിലൂടെ മുമ്പോട്ട് പോകുന്ന തരത്തിലുള്ള ഒരാളായി മാറാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി രണ്ടാമത്തെ പടിയിലെത്തുമ്പോൾ ഒന്നാമത്തെ പടി നമ്മൾ നേരത്തെ പറഞ്ഞു, വിശ്വസിക്കാൻ തുടങ്ങുന്നു. പതുക്കെ മൂന്നാമത്തെ പടിയിലെത്തുമ്പോൾ നമുക്ക് കാണാം ഞങ്ങളുടെ ഇച്ഛയും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഞാനിപ്പോ വളരെ നന്ദിയോടെ ഓർക്കുന്നു ബ്രഹ്മാനന്ദനെ. കാരണം എന്റെ മുമ്പിലുള്ള 12 പടികളുടെ ഈ ക്യാപ്ഷൻ, ഈ ചെറിയൊരു ലീഫ്ലെറ്റ് അവര് തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ കൺവെൻഷന്റെ ഭാഗമായി ചെയ്തതാണ്. ഏത് 2010 13 14 ഫെബ്രുവരിയിൽ നടന്ന. അന്ന് ബ്രഹ്മാനന്ദൻ എനിക്ക് പലർക്കും കൊടുക്കാനായിട്ടൊക്കെ തന്നാണെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഞാൻ എടുത്തു വെച്ചിരുന്നു. ഇപ്പോഴും ഞാൻ എന്റെ ബിഗ് ബുക്കിൽ വെക്കുന്ന സംഭവം ഇത് തന്നെയാണ്. അതാ ഇപ്പൊ എന്റെ മുമ്പിലുള്ളത്. ബ്രഹ്മാനന്ദന്റെ ഒച്ച നേരത്തെ കേട്ടു, താങ്ക് യു. അപ്പോ ഞങ്ങളുടെ ഇച്ഛയും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ആണ് ദൈവത്തിന് തീരുമാനിച്ചുള്ളൂ, വിട്ടുകൊടുത്തില്ല. തീരുമാനിച്ചു കൊടുക്കണം. കാരണം ഇപ്പൊ കൊടുക്കാനായില്ല. കാരണം എന്താ, ഞാൻ മാനസികമായിട്ട് അതിനുള്ള പക്വതയിലേക്ക് എത്തിയിട്ടില്ല. എളുപ്പത്തിൽ എന്തൊക്കെയാണ്, ഇച്ഛ മാത്രം പോരാ, ജീവിതവും വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലൂടെ മുമ്പോട്ട് പോകുന്നു. ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിയെ, ആ ഒരു എന്താ പറയാ, ഹയർ പവറിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, നമുക്കതിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, അത് വിട്ടുകൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യാത്തത് കൊണ്ട് ആ ഒരു ചിലപ്പോൾ ചിലരൊക്കെ ഈ തീരുമാനം വെച്ചുകൊണ്ട് വളരെ വർഷങ്ങൾ പോകും. വർഷങ്ങൾ കഴിഞ്ഞ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഈ മൂന്നാം പടി എന്ന് പറഞ്ഞാൽ എന്താ ഈ വിട്ടുകൊടുക്കുക, എല്ലാം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ വിട്ടുകൊടുക്കുക? പക്ഷേ നമ്മളത് അന്വേഷിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉൾവിളി പോലെ വരും എന്തൊക്കെയാണ് നമ്മൾ വിട്ടുകൊടുക്കേണ്ടതെന്ന്. കാരണം ഈ മൂന്നാം പടിയിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച നമ്മൾ നേരെ താഴേക്ക് 4, 5, 6 പടികൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ വീട് വൃത്തിയാക്കൽ എന്ന പദ്ധതിയിലൂടെ നമ്മൾ പുതിയ ഒരു മനുഷ്യനായി മാറും. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് നോക്കുന്നത്, എന്താ വിട്ടുകൊടുക്കേണ്ടത്. അങ്ങനെ വിട്ടുകൊടുക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. 4, 5, 6 നമ്മുടെ ആ വീട് വൃത്തിയാക്കൽ കഴിയുമ്പോഴേക്കും നമുക്ക് ചിലതൊക്കെ സ്വീകരിക്കാനും ചിലതൊക്കെ മാറ്റിവെക്കാനും ചിലതൊക്കെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ നമുക്ക് മടിയുണ്ടാവില്ല. നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അങ്ങനെ 11ാമത്തെ പടിയിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവവുമായിട്ടുള്ള പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവവുമായി സമ്പർക്കം ദൃഢമാക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ദൈവഹിതം എന്തെന്നറിയുവാനും അത് നടത്തി കിട്ടുവാനും വേണ്ട ശക്തി തരുവാനും മാത്രം പ്രാർത്ഥിക്കുന്നു. 3 തീരുമാനിക്കുക മാത്രം ചെയ്ത, 3 നല്ലതായിട്ട് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ച് വന്നയാൾ 11 എത്തിയപ്പോൾ നോക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി ആ കോണ്ടാക്ട് സ്ട്രെങ്തനിങ് ആക്കാനുള്ള, ശക്തമാക്കാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത്. ഒരു സചേതനമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ, എന്റെ ഇഷ്ടമല്ല മറിച്ച് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ഉള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ആ 3rd സ്റ്റെപ്പ് പ്രെയർ ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. നമുക്കത് ചിന്തിച്ചാൽ നമുക്ക് കിട്ടും. അതേമാതിരി ആ ദൈവവുമായിട്ട് നമുക്ക് എന്താണ്, ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് തോന്നുന്ന തരത്തിലുള്ള ബന്ധം. 54ാമത്തെ പേജിൽ 1, 2, 3, 4ാമത്തെ പാരഗ്രാഫായിട്ട് വരുന്ന ഒരു സുഹൃത്തിനോട് നമുക്ക് തോന്നാറുള്ള വികാരം പോലെ തന്നെ ഞങ്ങളുടെ വ്യക്തിസത്തയുടെ ഒരു ഭാഗമാണെന്നും ഞങ്ങളോട് ഇത് കണ്ടെത്തി. ആണ് ആൽക്കഹോളിക്സ് എന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വലിയ എളിമയുള്ള വിനീത ദാസനായിട്ടൊന്നും നിൽക്കണ്ട. വളരെ അടുത്ത ഒരു നല്ല സുഹൃത്തിനോടെന്ന പോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനും നമുക്ക് തുറന്ന് നമ്മുടെ ആ സന്തോഷവും സങ്കടവും എല്ലാം, കാരണം നമ്മൾ ഇച്ഛയും ജീവിതവും വിട്ടുകൊടുത്തവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ മുമ്പോട്ട് പോകാനും ഒക്കെയുള്ള അവസാനം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ദൈവത്തോട് സചേതനമായ ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് കാണാം. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു മാറ്റം, അതായത് ദൈവത്തിന് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ, 11ാം പടിയിലെ വിട്ടുകൊടുക്കലിലേക്ക് നമ്മളെ എത്തിക്കുന്നത് 4 മുതൽ 10 വരെയുള്ള പടികൾ. നമ്മുടെ 4, 5, 6 കഴിയുമ്പോഴേക്കും നമ്മൾ പുതിയൊരു മനുഷ്യനായി കഴിയും. നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ചിന്തകളും നമ്മളുടെ സ്വഭാവത്തിലും ഒക്കെ ഈ മാറ്റം പ്രകടമായി കാണാൻ പറ്റും. അവിടുന്ന് അങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക് പോകുമ്പോഴുള്ള മാറ്റം നിങ്ങൾ വായിച്ചാൽ മതി. ആ 7, 8, 9, 10 എത്തുമ്പോഴേക്കും, അതായത് ഓരോ ദിവസവും സ്വന്തമായി വിലയിരുത്തൽ തുടരുകയും
തെറ്റ് ചെയ്യുമ്പോൾ അവിടെ സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ നേടിയ ആ അറിവ്, നമ്മൾ നേടിയ ആ ആത്മീയ അനുഭവം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ടാണ് 11ാം പടിയിൽ നമുക്ക് ഈ വലിയ ശക്തിയെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നത്, അതുമായിട്ട് സജീവമായ ഒരു ബന്ധം പുലർത്താൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് ബിഗ് ബുക്കിന്റെ 54ാമത്തെ പേജിൽ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദൈവവിശ്വാസം ഒരു സുഹൃത്തിനോട് നമുക്ക് തോന്നാറുള്ള വികാരം പോലെ തന്നെ ഞങ്ങളുടെ വ്യക്തിസത്തയുടെ ഒരു ഭാഗമാണെന്ന് ഒടുവിൽ ഞങ്ങൾ കണ്ടെത്തി. 4ാമത്തെ പാരഗ്രാഫാണ്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ നിർഭയരായി തിരിയേണ്ടതുണ്ടായിരുന്നു, എന്നാൽ ഒടുവിൽ ദൈവം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അവശേഷിക്കലോളം തന്നെ യഥാർത്ഥമായ ഒന്നായിരുന്നു ദൈവം. ആ മഹത്തായ യാഥാർത്ഥ്യം അഗാധസ്പർശിയായി ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾ കണ്ടു. ആത്യന്തിക വിശന്നത്തിൽ അവിടെ മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയൂ. എവിടെ? ഉള്ളിന്റെ ഉള്ളിൽ മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയൂ. അത്രമേൽ ശക്തി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ആണ്. അത് പാരഗ്രാഫ് മുഴുവനാണത്. അത്രമേൽ. കാരണം ആ ശക്തിയെ പുറമേ നോക്കിയാൽ കാണില്ല. ടാഗോറിന്റെ ഗീതാഞ്ജലി പറഞ്ഞത് ഇത് തന്നെയാണ്. ഈശ്വരനെ കാണണമെങ്കിൽ എവിടെ നോക്കണം? നമ്മുടെ ഉള്ളിൽ. ഇത് തന്നെയാണ് നാരായണ ഗുരു പറഞ്ഞത്. ഓക്കെ, അപ്പോ ആ ശക്തിയെ നമ്മുടെ അഗാധ സ്പർശിയായി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ആ ശക്തി വിളങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ ഹനുമാൻ ചങ്ക് പൊളിച്ച് കാണിച്ച ചിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ശക്തിയുമായിട്ടുള്ള സചേതനമായ അനുഭവവേദ്യമായ, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ആ തലത്തിലൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ സചേതനമായ അനുഭവവേദ്യമായ തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ അനുഭവം എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ 214ാമത്തെ പേജിൽ ഏതാണ്ട് 4ാമത്തെ പാരഗ്രാഫ്, ഞങ്ങളെക്കാൾ ഒരു വലിയ ഒരു ശക്തി എന്നതാണ് ഞങ്ങളുടെ ആത്മീയ അനുഭവത്തിന്റെ അന്തസത്ത എന്ന് ഞങ്ങളിൽ ഭൂരിഭാഗവും. ഞങ്ങളെക്കാൾ വലിയ ഒരു ശക്തിക്ക് വിട്ടുകൊടുക്കണമെന്ന് കേട്ട വലിയ ശക്തിക്ക് മാത്രമേ ഞങ്ങളെ സുബോധവാന്മാരാക്കുകയുള്ളൂ എന്ന് കണ്ട ആ സംഭവം ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? ആ ഒരു ശക്തി, ഞങ്ങളുടെ ആത്മീയ അനുഭവത്തിന്റെ അന്തസത്ത അതാണ്. ആ വലിയ ശക്തിയെ കണ്ടെത്തി എന്നുള്ളത്. ഈ വലിയ ശക്തിയെ കുറിച്ച് കേട്ടപ്പോഴൊക്കെ, ഈ വലിയ ശക്തിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നപ്പോഴൊക്കെ, ഈ വലിയ ശക്തിയെ ഞാൻ കണ്ടെത്തേണ്ടതുണ്ടെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്തു? ഈ പറയുന്ന അന്വേഷണത്തിന് അതീതമായ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. ഒരിക്കൽ പോലും അത് ചെവിക്കൊള്ളാൻ ഞാൻ തയ്യാറായില്ല. അത് എന്റെ കുഴപ്പം, എന്റെ കുടിയുടെ കുഴപ്പമായിരിക്കാം, എന്തോ ആവട്ടെ, അത് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ പതുക്കെ ഗ്രാജുവൽ പ്രോസസ്സാണത്. പതുക്കെ ഞാൻ ഈ പറയുന്ന വിധത്തിലൂടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളെക്കാൾ വലിയ ഒരു ശക്തി എന്നത് എന്താണ്? ഞങ്ങളുടെ ആത്മീയ അനുഭവത്തിന്റെ അന്തസത്ത അതാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. കൂടുതൽ വിശ്വാസികളായ അംഗങ്ങൾ ഇതിനെ ദൈവബോധം എന്ന് വിളിക്കുന്നു. നിങ്ങൾ അങ്ങനെ വിളിച്ചോളണമെന്നൊന്നുമില്ല. കൂടുതൽ വിശ്വാസികളാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ഏത് വിശ്വാസികൾ? ഈശ്വര വിശ്വാസികളാണെങ്കിൽ അവരതിനെ ദൈവബോധം എന്ന് വിളിക്കുന്നു. മതവിശ്വാസികൾ അതിനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടാവായതിന്റെ ആ ഒരു അംശമായിട്ട്, ഓരോ ജീവനിലും കുടികൊള്ളുന്ന മനുഷ്യാത്മാവായിട്ടൊക്കെ അതിനെ അങ്ങനെ പറയുന്നു. അതെന്തോ ആവട്ടെ, നമുക്കതിനെക്കുറിച്ച് ബോധേടാവേണ്ട ആവശ്യമില്ല. അപ്പോ അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തെ കണ്ടെത്തലിലൂടെ നമ്മളെ തന്നെ കണ്ടെത്തുന്നു. ബിൽ ഡോസ്റ്റൺ, അതായത് AA നമ്പർ 3, നിങ്ങൾക്ക് വേണ്ടി ഒരു വീക്ഷണം എന്ന് പറയുന്ന അധ്യായത്തിൽ AA നമ്പർ 3 ആയ ബിൽ ഡോസ്റ്റൺ ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്. 164ാമത്തെ പേജിലാണ് വന്നത്. അയാൾ ദൈവത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ദൈവത്തെ കണ്ടെത്തലിലൂടെ അയാൾ തന്നെ കണ്ടെത്തുകയായിരുന്നു. അപ്പോ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നതിലൂടെ, എങ്ങനെ തിരിച്ചറിയുക? യഥാർത്ഥ രൂപത്തിൽ തിരിച്ചറിയുന്നതിലൂടെ, യഥാർത്ഥമായ രീതിയിൽ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഈശ്വരനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ 214ാമത്തെ പേജിൽ തന്നെ നമുക്ക് കാണാം ചില അപവാദങ്ങൾ. ജനുവരി 15 ഡെയിലി റിഫ്ലക്ഷൻ ആണ്. ചില അപവാദങ്ങൾ ഒഴിച്ചാൽ ഞങ്ങളുടെ അംഗങ്ങളെല്ലാം തന്നെ നിസ്സംശയമായ ഒരു ആന്തരിക ചോദനയെ തുറന്നു വിട്ടു എന്നും അവർ അതിനെ ഞങ്ങളെക്കാൾ വലിയ ഒരു ശക്തി എന്ന ആശയവുമായി പൊരുത്തപ്പെടുത്തിയിരിക്കുന്നു എന്നും കാണാവുന്നതാണ്. അതും 3ാമത്തെ പാരഗ്രാഫിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. അത് ജനുവരി 15 DR ആണ്, ഡെയിലി റിഫ്ലക്ഷൻ ആണ്. ചില അപവാദങ്ങൾ ഒഴിച്ചാൽ, ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ഒഴിച്ചാൽ ഞങ്ങളുടെ അംഗങ്ങളെല്ലാം തന്നെ നിസ്സംശയമായ ഒരു ആന്തരിക ചേതനയെ തുറന്നു വിട്ടു എന്നും അവർ അതിനെ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തി എന്ന ആശയവുമായി പൊരുത്തപ്പെടുത്തി ആണ്. നമ്മുടെ ഉള്ളിലെ ചോദനയെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെയൊക്കെ തുറന്നു വിട്ട് അത് നമ്മളെക്കാൾ വലിയൊരു ശക്തിയുമായി കണക്റ്റഡ് ആക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നറിയാം. അപ്പോൾ ഇത് കണ്ടെത്തിയവരെ കുറിച്ച് ബിഗ് ബുക്കിന്റെ 62ാമത്തെ പേജിലൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഉള്ളിൽ പ്രവഹിക്കുന്ന പുതിയ ശക്തി ഞങ്ങൾ അറിഞ്ഞപ്പോൾ, മനസമാധാനം ഞങ്ങൾ ആസ്വദിച്ചപ്പോൾ, ജീവിതത്തെ വിജയകരമായി നേരിടാമെന്ന് ബോധവാന്മാരായി തീർന്നപ്പോൾ,
ഇന്നതിനെക്കുറിച്ചും നാളെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചുമുള്ള ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങി. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അറുപത്തി ആ നമ്മുടെ ബിഗ് ബുക്കിന്റെ 62ാമത്തെ പേജിൽ, നമ്മുടെ 62ാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നതാണത്. നമ്മുടെ അവിടെയാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് പ്രെയർ എന്ന് പറയുന്ന സംഭവം വരുന്നത്. തേർഡ് സ്റ്റെപ്പ് പ്രെയർ ആണ്. അതായത് ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പുനർജനിക്കപ്പെട്ടു. നമ്മൾ നമ്മുടെ ഉള്ളിൽ പ്രവഹിക്കുന്ന ശക്തിയെ കണ്ടെത്തിയപ്പോഴാണ്, ഈ ഒരു പുനർജന്മം സാധ്യമാവുമ്പോഴാണ് നമുക്ക് നമ്മുടെ പുതിയ ജീവിതത്തെ നമുക്ക് പുതിയ രീതിയിൽ കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് മാനസികവും ശാരീരികവും ആത്മീയവുമായ ഒരു പുതിയ, ഇപ്പൊ നമുക്കിങ്ങനെ മാനസികവും ശാരീരികവും ആത്മീയവുമായ പുതിയൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ, അല്ലെ പുതിയൊരു മാറ്റത്തിലൂടെ, ശാരീരികമായ മാറ്റമുണ്ട്, സൈക്കിക് ചേഞ്ച്, നമുക്ക് മാനസികമായ മാറ്റമുണ്ട്, സ്പിരിച്വലി, മോറൽ, എല്ലാ തരത്തിലുമുള്ള ഒരു പുതിയ മാറ്റത്തിലൂടെ നമ്മുടെ ബിഗ് ബുക്ക് പേജ് 62 പറയുന്നത് എന്താണ്? ആ ശക്തിയെ തിരിച്ചറിഞ്ഞപ്പോൾ, മനസ്സമാധാനം ഞങ്ങൾ ആസ്വദിച്ചപ്പോൾ, ജീവിതത്തിൽ അന്നോളം അറിയാത്ത മനസ്സമാധാനം, എപ്പോഴൊക്കെയോ കുടിച്ച് നല്ല ഫോൺ തിരിഞ്ഞപ്പോൾ മനസ്സമാധാനം ഉണ്ടായെന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും സുബോധത്തോടു കൂടി ആ മനസ്സമാധാനം ആസ്വദിച്ചു. ആ വാക്ക് എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു വാക്കാണ്. മനസ്സമാധാനം ആസ്വദിച്ചപ്പോൾ ജീവിതത്തെ വിജയകരമായി നേരിടാമെന്ന് ബോധവാന്മാരെ ആണ്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ജീവിതത്തെ ജീവിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇന്നതിനെക്കുറിച്ചും നാളെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചുമുള്ള ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങി. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. ഇതാ 3-ാം പടി. ഈ മൂന്ന് ഭയവും ഇന്നതിനെക്കുറിച്ചും നാളെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചുള്ള ഭയം ഇല്ലാണ്ടായാൽ നമ്മൾ ഇച്ഛയും ജീവിതവും ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞു. ഈ ഭയമുള്ളത് കൊണ്ടാണ് നമുക്ക് വിട്ടുകൊടുക്കാൻ പേടി. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടി സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ സൈക്കിളിന്റെ ബാക്കിൽ സീറ്റിൽ നമ്മളിങ്ങനെ പിടിച്ച് ഓടിപ്പിക്കുകയെന്ന് വിചാരിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് കൈയൊന്നും എടുത്തു അപ്പൊ തന്നെ ചാടി പിടിക്കുന്നത്? കൊച്ചു വീണ് പോകുമോ എന്ന പേടി കൊണ്ടാണ്. ആ സമയം 2 പിള്ളേരാ പഠിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ, ആ കൊച്ചനും കൈ പിടിച്ചാൽ ഇപ്പോൾ ഒരു വീടില്ലെങ്കിൽ അവനെ ചവിട്ടി പഠിച്ചു. ഭയം നമ്മളെ എല്ലാത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു. നമുക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഭയം. നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്, ആൽക്കഹോളിക്സിന്റെ മുമ്പിലെ വലിയ ഒരു പ്രശ്നമാണ് ഭയം എന്ന് പറയുന്നത്. ക്രോധവും ഭയവും, ദേഷ്യത്തിന്റെ പ്രൊഡക്റ്റാണ് ഭയവും. ആ ഭയം എന്ന് പറയുന്നത്, ഭയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ക്രോധത്തിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഭയം നമ്മളെ വിട്ടൊഴിയണമെങ്കിൽ പേജ് 62 പറയുന്ന നമ്മുടെ ഉള്ളിൽ പ്രവഹിക്കുന്ന, നമ്മുടെ ഉള്ളിലുണ്ട് ആ ശക്തി, നമ്മൾ അതിനെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇന്നതിനെക്കുറിച്ചും നാളെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചുമുള്ള ഭയം വിട്ടൊഴിഞ്ഞ് പുനർജനിക്കപ്പെടുമ്പോൾ, ഇപ്പൊ നമ്മുടെ ബർത്ത്ഡേ വളരെ കറക്റ്റാ അല്ലേ? ഒരു പുനർജന്മത്തിന്റെ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എങ്ങനത്തെ പുനർജന്മം ഉണ്ടാവണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിലേ ബർത്ത്ഡേക്ക് അർഹതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഈ തരത്തിൽ പുനർജനിക്കപ്പെടുമ്പോൾ നമുക്ക് ഈ തരത്തിലേക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും തുറന്ന മനസ്ഥിതിയിൽ ഒരു മാറിയ മനോഭാവവും സന്നദ്ധതയും എളിമയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വ്യത്യസ്തമായ ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും ആദരവോടെ ഉൾക്കൊള്ളാൻ, നമ്മൾ നേരത്തെ കാണിച്ച മാതിരി അവജ്ഞയോടെ തള്ളിക്കളയുന്നതിന് പകരം ആദരവോടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തുറന്ന മനോഭാവം, തുറന്ന മനസ്ഥിതി നമുക്കുണ്ടാവുന്നു. മറ്റുള്ളവർക്ക് പറയാനുള്ളവർ എന്തെങ്കിലും വസ്തുതയുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് പരിഗണിക്കാൻ, അതൊന്ന് കേൾക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടാവുന്നു. അത് കേട്ട് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാനുള്ള തുറന്ന മനസ്ഥിതി നമുക്കുണ്ടാവുന്നു. എല്ലാത്തിനും എനിക്ക് ഉത്തരമുണ്ട്, ഞാൻ എല്ലാത്തിനും ഉത്തരം പറയുന്നവനാണ്, എല്ലാം തികഞ്ഞവനാണെന്ന ധാരണ നമ്മളത് മറക്കുകയും എന്നെക്കാൾ കൂടുതൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ള വലിയ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യം, ആ വിനയം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ വിനയമാണ് നമുക്കൊരു തുറന്ന മനസ്ഥിതി എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത്. വാതിൽ തുറന്നു വെക്കുന്നത് പോലെ കാതും മനസ്സും തുറന്നു വെച്ചുകൊണ്ട് പുറമെ കേൾക്കാനും അതേമാതിരി ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാനും ഹൃദയത്തിൽ വെച്ച് മനനം ചെയ്യാനും, മനനം ചെയ്ത് ആവശ്യമുള്ളത് സ്വീകരിക്കുകയും നമ്മളെ കിഡ്നി ചെയ്യുന്ന മാതിരി ബാക്കിയുള്ളത് പുറന്തള്ളുകയും ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയുന്നത് അങ്ങനെയാണ്. അറിഞ്ഞതിനേക്കാൾ ഇനിയും അറിയാനുണ്ട് എന്നും, നോൺ ടു അൺനോൺ എന്ന് പറയുന്ന മാതിരിയാ, അറിഞ്ഞതിനേക്കാൾ ഇനിയും അറിയാനുണ്ടെന്നും അത് സ്വീകരിക്കാൻ തയ്യാറാവുന്ന മനോഭാവവും, ഞാനല്ല വലിയവൻ, ഞാനാണ് വലിയവൻ നടത്തുന്നത്, ഞാനല്ല വലിയവൻ എന്ന് പറയല്ല അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോ മുൻവിധിയില്ലാതെ എന്റെ അറിവിനും ധാരണയ്ക്കും വിശ്വാസത്തിനും സങ്കല്പത്തിനും അതീതമായി വളരെ പുതിയ കാര്യങ്ങളും ആശയങ്ങളും അഭിപ്രായങ്ങളും ഉൾക്കൊള്ളുന്നതിൽ അസഹിഷ്ണുതയില്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്
നമുക്ക് തുറന്ന മനസ്ഥിതി എന്ന് പറയാം. ലേൺ ടു ലിസൺ, വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ് ലേൺ ടു ലിസൺ ആൻഡ് ദെൻ ലിസൺ ടു ലേൺ എന്നുള്ളത്. ലേൺ ടു ലിസൺ, നമുക്ക് കേൾക്കാൻ പഠിക്കാം, അതേമാതിരിയോ കേട്ടതിൽ നിന്ന് ചിന്തിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോ നമ്മുടെ ആത്മീയ അനുഭവം എന്ന് പറയുന്നത് വീണ്ടും ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്, അവസാനിപ്പിക്കുകയാണ്. 1:10 എനിക്ക് 2:15 മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോ നമ്മുടെ ആത്മീയ അനുഭവം എന്ന് പറയുന്ന ആ ഇതില് വളരെ കൃത്യമായി പറയുന്ന നിങ്ങൾ വായിച്ചാൽ മതി, ഹെർബർട്ട് സ്പെൻസറിന്റെ മനോഹരമായ ലോകം അംഗീകരിക്കുന്ന ഒരു കൊട്ടേഷനാണ് അത്. അന്വേഷണത്തിന് എല്ലാ അറിവുകൾക്കുമെതിരെ ഒരു തത്വമുണ്ട്. എല്ലാ അറിവുകൾക്കുമെതിരെ ഒരു തത്വമുണ്ട്. എല്ലാ ഇതില് എല്ലാ അറിവുകൾക്കുമെതിരെ ഒരു തത്വമുണ്ട്, എല്ലാ വാദങ്ങൾക്കുമെതിരെ ഒരു തെളിവുമുണ്ട്. അത് മനുഷ്യർ നിലനിർത്തുന്നു. അതാണ് അന്വേഷണത്തിന് അതീതമായ അവജ്ഞ. അതാണ് അന്വേഷണത്തിന് അതീതമായ അവജ്ഞ അല്ലെങ്കിൽ വെറുപ്പ്. അപ്പോ നമ്മൾ തീർച്ചയായും എന്തിനേയും അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കതിനെ അതിന്റെ യഥാർത്ഥത്തിൽ തള്ളിക്കളയുകയോ സ്വീകരിക്കുകയോ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയിലേക്ക് എത്താൻ നമുക്ക് കഴിയട്ടെ. ആൽക്കഹോളിക് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു മനസ്ഥിതിയിലേക്ക് എത്തുന്നത് നമ്മളെക്കാൾ വലിയ ഒരു ശക്തിയിലേക്ക് വിലയം പ്രാപിക്കുമ്പോൾ ആ വലിയ ശക്തിയുമായി അടുത്ത ബോധപൂർവമായ ആ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുകയും നമ്മുടെ കുറവുകൾ തിരിച്ചറിയുകയും നമ്മുടെ മറ്റു കേൾക്കേണ്ടതുണ്ടെന്നും കാണേണ്ടതുണ്ടെന്നും മനസ്സിലാക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ എയിലെ നമ്മുടെ ABC എന്ന് പറഞ്ഞ 3 കാര്യങ്ങളും, അതുപോലെ ആദ്യം പറഞ്ഞ തുറന്ന മനസ്ഥിതിയും, ആ പവർലെസ് ആണ് എന്നുള്ള ആ ബോധവും, എന്നേക്കാൾ വലിയൊരു ശക്തിയുടെ സഹായം വേണമെന്നുള്ള തിരിച്ചറിവും ഉണ്ടായിക്കൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മുടെ തന്നെ ജീവിതത്തെ, മറ്റുള്ളവരുടെ ജീവിതമല്ല, നമ്മുടെ തന്നെ ജീവിതത്തെ ഈ പറഞ്ഞ ദൈവവുമായിട്ട് സചേതനമായ ബന്ധത്തിലെത്തിക്കാനും നമ്മുടെ ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങിയെന്ന് 62ാമത്തെ പേജിൽ പറഞ്ഞതുപോലെ നമുക്ക് ഭയം വിട്ടൊഴിഞ്ഞ് പുനർജനിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രതിബന്ധങ്ങൾക്കിടയിലൊക്കെ അതിന്റെ പുറകെ കളിച്ച് എന്താ പറയാ ബ്ലൂ ജീൻസിനെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഹരിദാസിനും ഈ സമയത്തും എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞു, ഞാൻ നേരത്തെ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്നിനെക്കുറിച്ചും നാളെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചുമുള്ള ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങണം. വിട്ടൊഴിയണം, അത് സംശയം വേണ്ട. അത് വിട്ടൊഴിയണമെങ്കിൽ 3ാമത്തെ പടി കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയണം. 3ാമത്തെ പടിയുടെ അത്ഭുതം അവിടെയാണ്. അപ്പോ ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. നമുക്ക് ഓരോരുത്തർക്കും വീണ്ടും ഒരു റീബേർത്ത് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ആൽക്കഹോളിക് അനോണിമസിന്റെ ഒരു ആത്മീയ ആശയങ്ങൾ തന്നെയാണ് മാഷ് ഇവിടെ നമ്മളുമായിട്ട് പങ്കുവച്ചത്. എല്ലാവരും പുസ്തകത്തിന്റെ 2ാമത്തെ അനുബന്ധം ആത്മീയ അനുഭവം എന്ന് പറയുന്ന ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, മാഷ് പറഞ്ഞപ്പം ഹെർബർട്ട് സ്പെൻസർ എഴുതിയിട്ടുള്ള ഒരു പേജുള്ള ഒരു ഖണ്ഡികയുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ ഇന്നത്തെ മാഷ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഉപകാരമാകും. ആൽക്കഹോളിക് അനോണിമസിന്റെ ഇപ്പൊ ഞാനൊക്കെ എന്റെയൊക്കെ സംശയങ്ങൾക്ക് ഒത്തിരി ഉത്തരങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഞങ്ങളെയൊക്കെ വലിയ ഒരു ശക്തി എന്നതാണ് ഞങ്ങളുടെ ആത്മീയ അനുഭവത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. കൂടുതൽ വിശ്വാസികളായ ഞങ്ങളുടെ അംഗങ്ങൾ ഇതിനെ ദൈവബോധം എന്ന് വിളിക്കുന്നു എന്നുള്ള ആശയത്തേക്ക് എത്തും. തീർച്ചയായിട്ടും മാഷ് വളരെ നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അത് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് ഇനിയും കേൾക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അതൊക്കെ ഇനിയും എനിക്കിത് കേൾക്കാനായിട്ട് ഒത്തിരി ഇനിയും മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് വലിയൊരു ആഴത്തിലുള്ള ഒരു ആശയം തന്നെയാണ്. ഞങ്ങളെയൊക്കെ വലിയൊരു ശക്തിയെ കണ്ടെത്തുക. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഒരു ലേഖനം വായിക്കുകയുണ്ടായി. അതായത് ഒരു സ്ഥലത്തെ പറ്റിയിട്ട്, ഒരു സ്ഥലം അറിയാതെ കണ്ട് ഉള്ള ഒരു സ്ഥലത്തെ പറ്റിയിട്ട് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു തരുമ്പോ ഞാൻ അതിനെതിരായിട്ട് പിന്നെ അവിടെ പോയാലാണല്ലോ ഇപ്പൊ അത് നടക്കുന്നു ഇത് നടക്കുന്നു അവിടെ അങ്ങനെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം. പക്ഷെ അവിടെ ഞാൻ അവിടെ ചെല്ലാൻ നിർബന്ധിതനാകും. ആ പരിതസ്ഥിതിയിൽ എത്തുന്ന സമയത്ത് എന്നെ അത്ഭുത പരതന്ത്രനാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നുണ്ട്. ആത്മീയമായ ഉണർവ് എന്നൊക്കെ പറയുന്നത് അതായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു.
അറിയാതെ കണ്ട് നമ്മൾ എന്തിനേയും മാറ്റി നിർത്തുന്ന ആ പ്രവണതയിൽ നിന്ന് അറിയാനായിട്ട് പരിശ്രമിക്കുക. ഞാൻ ഇതിനെ കൗട്ടി വായിച്ചത് എല്ലാത്തിനെയും എതിർക്കുന്ന സ്വഭാവം മാറ്റി വെച്ചുകൊണ്ട് മുൻപേ പോയവർ പറഞ്ഞു തന്നത് അവർ അനുഭവിച്ച കാര്യങ്ങളാണ്. അത് എന്തുകൊണ്ട് എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം എന്നിൽ ഉണ്ടാക്കുക, അതുമായിട്ട് പൊരുത്തപ്പെടാനും അതിനെ ആവാഹിച്ചെടുക്കേണ്ടതുണ്ട്. ഞാൻ ആ ഒരു ആശയത്തിലേക്ക് എത്താൻ സാധിച്ചു. മാഷെ വളരെ നന്ദി, വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതുമായിട്ട് ഇനി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡോക്ടർ സാറ് എത്തിയിട്ടുണ്ട്. ഏത് പരിപാടി ഉണ്ടെങ്കിലും മുൻകൂട്ടി തന്നെ അദ്ദേഹം എത്തും. അപ്പോ അദ്ദേഹത്തെ ഞാൻ 2 വാക്ക് സംസാരിക്കാനായിട്ട് ഡോക്ടർ CK ഗോപാലൻ സാറെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യണം. ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഡോക്ടർ 9-10 മണി തൊട്ടേ ചോദിച്ചോളൂ കേറാൻ പറ്റുന്നില്ല എന്ന്. സാറേ ഓഫാ, മൈക്ക് ഓഫാ. അതാണ് അദ്ദേഹത്തിന് ശരിയാവും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. സാറേ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓക്കെ. വിനോദ് മാഷെ, വണ്ടർഫുൾ പ്രസന്റേഷൻ. വളരെ വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആണ്. അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാം ശരിയാക്കിയെടുത്ത് ഹരിദാസ് അഭിനന്ദനം അറിയിക്കുന്നു. ഏതായാലും ഞാൻ വിചാരിച്ചത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് വിചാരിച്ച്. അല്ല, നമ്മുടെ ഏടെ പ്രോഗ്രാമിനൊന്നും തുടക്കത്തിൽ ഒരു തടസ്സം വന്നാലും അവസാനം അത് മുമ്പോട്ട് പോകില്ല. അങ്ങനെയാണല്ലോ കാണുന്നത്. ഏതായാലും നല്ലൊരു സംഗതി. അപ്പൊ ഞാന് 2 വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതില് പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ വെച്ചാല്, നമ്മുടെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാമില് ആദ്യമായിട്ട് കടന്നു വരുന്ന ആൾക്കാര്, അവർക്ക് ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ അവര് ഇരുട്ടിൽ തപ്പുന്ന ഒരു പരിപാടിയാണ്. പലപ്പോഴും ഈ പ്രോഗ്രാമിൽ വന്ന് കുറെ നാള് കഴിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ അവര് ആത്മീയമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. അതാണ് അതിന്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാല് ഇപ്പൊ നമ്മള് എങ്ങനെയെങ്കിലും ഒരു രക്ഷപ്പെടല്, അതിന് എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കണ്ടെത്താനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതിനിടയ്ക്ക് ആദ്യം നമ്മൾ അന്വേഷിക്കുന്ന ഒരു പ്രായോഗിക മാർഗമാണ്, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പരിഹാരം, ഒരു പെട്ടെന്ന് ഒന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു പരിഹാരം. അതാണ് ആദ്യം അന്വേഷിക്കുന്നത്. പക്ഷെ ആ പരിഹാരം ഉറച്ചു നിൽക്കണമെങ്കിൽ മാഷ് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ആത്മീയ മാർഗത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് ഉറച്ചു നിൽക്കും. അതിങ്ങനെ കോൺക്രീറ്റ് ഇട്ട പോലെ അവിടെ നിൽക്കും, ഇങ്ങനെ ആടിക്കളിക്കൂല. അപ്പൊ അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും മാഷ് പറഞ്ഞതിലൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്ന അതാണ്. ആദ്യമായിട്ട് ഒരു പ്രായോഗികത, പിന്നെ അവനവരിൽ തിരിച്ചെത്തുന്ന ആ ആത്മീയത. അപ്പൊ ഈ ആത്മീയതയിൽ തന്നെ ഒത്തിരി ആളുകൾക്ക് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കുടുംബ പാരമ്പര്യം, അവരുടെ കൂട്ടുകാര്, ഇത് അവര് കണ്ടും കേട്ടും വളർന്നും വായിച്ചും പഠിച്ച അനുഭവങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് ചില ആളുകള് പലതരത്തില് ഉണ്ട്. ചില ആൾക്ക് ഈ മതത്തിൻ്റെതായിട്ടുള്ള മൂല്യങ്ങള് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ചില ആൾക്കാർ അതിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നവരുണ്ട്. ഈ ആത്മാവ് പോലും ഇല്ലാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവം ഇല്ലാന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ഹയർ പവർ ഉണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതൊന്നുമില്ലാതെ വെറും ആത്മീയത ഉണ്ട്, എനിക്ക് ആത്മീയതയുണ്ട് എന്ന് വിചാരിക്കുന്ന, അങ്ങനെയുള്ള കഴിവുകൾ എനിക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവര് ആത്മീയതയെ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. പലപ്പോഴും നമ്മുടെ ആത്മീയത നമ്മള് മറ്റുള്ളവരെ പോലെ സമന്മാരായ ജീവികളാണ് നമ്മള്, ഞാൻ വലിയ കേമനൊന്നും അല്ല എന്നുള്ള ആ ഒരു ധാരണ, അതുകൂടാതെ ഞാനിതിന്റെ എല്ലാ ഒരു ഭാഗമാണെന്നുള്ള ആ ഒരു ധാരണ, ഞാന് ഈ സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് എനിക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണ, ഞാൻ സഹായിക്കേണ്ടവനാണ്, ഞാൻ സ്നേഹിക്കേണ്ടവനാണ്, ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ടവനാണ് എന്നൊക്കെയുള്ള ആ ധാരണ, ഇതൊക്കെ ആത്മീയതയില് അത് ഒരു ധാരണയായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതില് ഏതും പെടാം ഇങ്ങനെ. പക്ഷെ ഇതിലെല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ ഒരു സ്ഥാനം ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ സംഗതി. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ വലിയ വലിപ്പം എന്താന്ന് വെച്ചാല്, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു രോഗത്തിന് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മരുന്ന് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതില് അത് ഇത് തന്നെയാണത്, ഈ മരുന്ന് അത് തന്നെയാണ് ഇതിന് ഒരു പരിഹാരം.
മാഷ് പറഞ്ഞ പോലെ ആത്മീയമായിട്ടുള്ളൊരു ശാന്തി, ഒരു സമാധാനം കണ്ടെത്തല്, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ തന്നെ കണ്ടെത്തല്, ഇതൊക്കെ ഇതിൽ സാധിക്കുന്നത് വാസ്തവത്തില് തുടക്കം മുതൽ അവസാനം വരെ ഈഗോ ഡിഫ്ലേഷൻ എന്ന് നമ്മൾ പറയുന്ന ഈ മദ്യപാന രോഗത്തിന്റെ കാതലായ സംഗതി, ഈഗോ ഡിഫ്ലേഷൻ. ഞാനെന്ന അഹന്ത, ഞാനെന്ന സംഗതി, ഞാനെന്ന കേമൻ, ഞാനെന്ന കുന്തം. അപ്പോ ഈ പണ്ട് ബെർട്രൻഡ് റസ്സൽ ഒരു നിരീശ്വരവാദിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഞാനെന്ന കേമൻ, ആ ഈഗോ, അതൊരു കുന്തം പോലെയാണെന്നാണ് റസ്സൽ പറഞ്ഞേക്കളെ. റസ്സൽ പറഞ്ഞ് പക്ഷെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനമായിട്ടൊന്ന് ഇരിക്കണം എന്നാണ് ഒരിടത്ത്. പക്ഷെ കുന്തത്തിന്റെ പുറത്ത് ആർക്കും ഇരിക്കാൻ പറ്റില്ല. അപ്പോ ഈ കേമത്തരം, ഈ ഈഗോന്റെ മുകളിൽ കയറി ഇരിക്കുമ്പോ അവൻ അനുഭവിക്കേണ്ടി വരും. അവൻ കുറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. വാസ്തവത്തിൽ ആലോചിച്ച വളരെ രസകരമാണത്. ഒരാളുടെ നിത്യജീവിതത്തിൽ മുതൽ അങ്ങ് അവസാനിക്കുന്നവരെ ഈ ഒരു ദുരന്തം, ഈ കുന്തത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഈ ഒരു പരിപാടി, ഈ കേമത്തരം, ഈ ഈഗോ, അത് തന്നെയാണ് മദ്യാസക്തി രോഗത്തിന്റെ കാതലായ ഒരു വശം. അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ബിൽ വിൽസൺ തുടക്കം മുതൽ തന്നെ അവസാനം വരെ മറ്റു ആളുകളുടെ, ഫാദർ ഷൂമാർക്കർ പോലെയുള്ള ആൾക്കാര്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ സഹായം, അതിന് പല ആളുകളുടെയും സഹായത്തോടു കൂടി അദ്ദേഹത്തിന് അതിന്റെ കാതലായ ആ വശത്ത് എത്തിച്ചേരാൻ പറ്റി. കാരണം വെച്ചാല് ഒരു മദ്യാസക്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈഗോ ഡിഫ്ലേഷൻ, ഞാനെന്ന ആ സംഗതി, ആ സത്വം, അത് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോ എപ്പോഴും അയാൾക്ക് അയാളുടെ ദേഷ്യം, അയാളുടെ പെട്ടെന്ന് വരുന്ന വികാരങ്ങളിലെ മാറ്റങ്ങള്, പരാജയപ്പെടുമ്പോഴുള്ള ആ പെട്ടെന്ന് വിഷാദത്തിലേക്ക് പോവുകയും ജീവിതം വേണ്ടെന്ന് തന്നെ വെക്കും, അങ്ങനെ ഇതൊക്കെ വാസ്തവത്തിലെ ഈഗോന്റെ ഒരു പ്രശ്നം തന്നെയാണ്. ആ ഈഗോ ശരിക്ക് ഡീഫ്ലേറ്റ് ചെയ്യാൻ, അത് ഒരു വലിയ വീർത്ത് കിടക്കുന്ന ആ ബലൂണിലുള്ള ആ ഗ്യാസ് അങ്ങോട്ട് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാല് അതൊന്നുമല്ല എന്നുള്ള ഇതിലെത്തിച്ചേരുന്ന സമയത്ത്, അതിനാണ് നമ്മൾ ഈ പ്രോഗ്രാമില് സത്യം കണ്ടുപിടിക്കുന്നത് അപ്പൊ തന്നെ. പക്ഷെ എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാല്, വരുന്ന ആളുകളില് ആത്മീയത നമ്മൾ അടിച്ചേൽപ്പിക്കാതെ അവനെ പ്രായോഗികതയിലെ മാർഗത്തിലൂടെയെങ്കിലും ഒരു 5-6 മാസം അവനെ ഈ പ്രോഗ്രാമിലെ ആളുകളായിട്ട് കൈകോർത്ത് പിടിച്ച്, അവനെ സ്നേഹിക്കുന്ന ആളുകള്, അതിൽ കൂടി അവൻ പോയി, അവൻ ഗ്രാജുവലായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആത്മീയതയെക്കുറിച്ച് അവൻ കണ്ടെത്തേണ്ട സംഗതിയാണ്. പല ആളുകൾക്ക് അവസാനമാണ്, മാഷ് പറഞ്ഞ പോലെ തന്നെ അവസാനമാണ് അത് കണ്ടെത്താൻ പറ്റുന്നത്. അന്നേരമാണ് ഈ പറഞ്ഞ പോലുള്ള സമാധാനത്തിൽ അവര് ഒരു 5-6 മാസം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നീട് ഈ ആത്മീയ മാർഗത്തെ അന്വേഷിക്കുന്നത് അവർക്ക് ഈ ഫിലോസഫി, ഈ തത്വദർശനത്തിൽ അവർക്കത് വളരെ രസകരമായിരിക്കും. പ്രത്യേകിച്ചും കൊടുക്കും തോറും ഏറിടും എന്നുള്ള ആ തത്വം അനുസരിച്ച് മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കാനായിട്ടുള്ള അവരുടെ ആ അദമ്യമായിട്ടുള്ളൊരു ആഗ്രഹം, അത് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ഒരു ആത്മീയത അവരുടെ ഉള്ളില് അങ്കുരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഒരുമിച്ച് നിന്ന് നേരിടുമ്പോ ഗ്രൂപ്പായിട്ട് ഇന്റലിജൻസ്, ആ ബുദ്ധിശക്തി, ആ വേർതിരിച്ചറിയാനുള്ള കഴിവ്, അതിൽ കൂടിയാണ് അയാള് ഈ ആത്മീയതയെ കണ്ടെത്തുന്ന. വാസ്തവത്തിൽ ആത്മീയത എന്റെ അഭിപ്രായത്തിൽ എയിലെ അവസാനത്തെ ഒരു പരിപാടിയായിട്ടാണ് ഞാൻ മിക്കവാറും ആൾക്കാരിൽ കണ്ടേക്കുന്നത്. അല്ലാതെ എനിക്ക് ആത്മീയ ദർശനം ഉണ്ടായി, ഞാൻ ആത്മീയതയുടെ ഉള്ളിലാണെന്നും അന്ധമായിട്ടുള്ള ആത്മീയ വിശ്വാസത്തില് ഇതിൽ വന്ന പല ആൾക്കാർക്കും ഞാൻ കണ്ടേക്കുന്നത്, ഒന്നിലെ അവർക്ക് സൈക്കോളജിക്കൽ ഒരു സൈക്യാട്രിക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പല ആൾക്കാരും സ്ലിപ്പായി പോയിരുന്നു. അവസാനമാണ് വാസ്തവത്തില് ചികിത്സ കൊണ്ടാണ് വാസ്തവത്തില് പല ആൾക്കാരും മെച്ചപ്പെട്ട്. ഞാൻ ഒത്തിരി ആൾക്കാരിൽ അത് കണ്ടിട്ടുണ്ട്.
അത് ഇവിടെ നമ്മുടെ മനുഷ്യനിലെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിന് മദ്യാസക്തി ഒരു തലച്ചോറിന്റെ രോഗമാണെന്ന് എല്ലാവർക്കും, ഏത് കുഞ്ഞിനും ഇപ്പോൾ അറിയാം. അടിത്തറ അവിടെ തന്നെയാണ്. തലച്ചോറാണ് എല്ലാത്തിനും നിയന്ത്രിക്കുന്നത്. നമ്മുടെ ഈ തലച്ചോറിന് വലതു ഭാഗം ഇടതു ഭാഗം രണ്ട് ഭാഗമുണ്ട്. ഇതില് ഇന്ന് ഞാൻ വായിച്ചൊരു ഈ നിഷേധത്തിനെ പറ്റി പറഞ്ഞപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതിലൊരു രോഗമുണ്ട്. ആ രോഗത്തിന്റെ പേരാണ് ഏലിയൻ ഹാൻഡ്. അതായത് ഈ രോഗം ബാധിച്ച ആൾക്ക്, നമ്മുടെ ഇപ്പൊ ഇടത്തെ കൈയുണ്ട്, വലത്തെ കൈയുണ്ട്. ഈ ഇടത്തെ കൈ ഭയങ്കര കുഴപ്പക്കാരനാണ്. ഇങ്ങനെ ഈ രോഗം ബാധിച്ച ആളുകൾക്ക്, ഈ രോഗം ബാധിച്ച ആളുകളുടെ ഇടത്തെ കൈ അയാൾ ഉപദ്രവിക്കും. ചിലപ്പോ ആ ഇടത്തെ കൈ കൊണ്ട് അയാൾ കഴുത്തില് ഇങ്ങനെ കുത്തിപ്പിടിക്കും, സ്വന്തം കഴുത്തില്. അപ്പൊ വലത്തെ കൈ വന്ന് ഈ ഇടത്തെ കൈ അടിക്കും, അടിച്ചു വലിച്ചു മാറ്റും, അല്ലെങ്കിൽ മുറുക്കി പിടിക്കും. കാരണം അല്ലെങ്കിൽ ഈ ഇടത്തെ കൈ അയാളെ തന്നെ കൊല്ലും. അപ്പൊ ഈ ഇടത്തെ കൈ ഇങ്ങനെ മുടി പിടിച്ച് വലിക്കും, കഴുത്ത് പിടിച്ച് അടിക്കും, സ്വന്തമായിട്ട് ഉപദ്രവിക്കും. അപ്പൊ അതിനെല്ലാം ആകെപ്പാടെ അയാൾക്ക് ചെറുക്കാനുള്ളത് ഈ വലത്തെ കൈ കൊണ്ടാണ്. ആ വലത്തെ കൈ കൊണ്ട് അയാൾ കഴിയുന്നതൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ഈ രോഗം മദ്യപാന രോഗത്തിലുണ്ട് കേട്ടോ. അത് മദ്യപാന രോഗത്തിൽ അത് വരാം. അത് തലച്ചോറിനെ ബാധിക്കുന്ന പല പ്രധാനപ്പെട്ട രോഗങ്ങളും വരുന്നുണ്ട്. അതായത് ഈ ഇടതും വലതുമായിട്ട് തലച്ചോറിന്റെ ഭാഗത്തിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതിന് കോർപ്പസ് കലോസം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ആ ഭാഗത്തെ രക്തപ്രവാഹത്തിന് തടസ്സം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഏലിയൻ ഹാൻഡ്, ഈ മായ വിലാസം കാണിക്കുന്ന ഈ ഇടത് കൈ, ഈ കൈ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോ എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇതിന്റെ ഈ ഇടതും വലതുമായിട്ടുള്ള ഭാഗങ്ങള്, ഇടത്തെ ബ്രെയിൻ, കൈക്ക് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബ്രെയിൻ. നമ്മുടെ ഇടത്തെ കൈയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ വലതുഭാഗവും വലത്തെ കൈയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഇടതുഭാഗമാണ്. അപ്പൊ ഈ വലത് ഭാഗത്തെ ബ്രെയിൻ, അതായത് ഇടത്തെ കൈ നിയന്ത്രിക്കുന്ന ഈ വലതു ഭാഗത്തെ ബ്രെയിൻ ആണ് കൂടുതലും നമ്മളെ നിഷേധിയാകാൻ പ്രേരിപ്പിക്കുന്നതും, നമ്മളെ സംശയരോഗിയാക്കി മാറ്റുന്നതും, നമ്മളുടെ സ്വഭാവങ്ങളെ തിരുത്താൻ പറ്റാത്ത രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഈ വലത്ത് ബ്രെയിനാണ്. അതായത് ഇടത്ത് കൈയുടെ ആധിപത്യത്തിലുള്ള. അതേസമയം ഇടത്തെ ബ്രെയിൻ, അതായത് വലത്തെ കൈയെ നിയന്ത്രിക്കുന്ന ഇടത്തെ ബ്രെയിൻ കൺസ്ട്രക്റ്റീവ് ആണ്. അത് സൃഷ്ടിപരമാണ്. അത് സ്വീകരിക്കും, അത് വിശ്വസിക്കും. ആ സ്വീകാര്യതയിലും വിശ്വസ്തയിലും നമുക്ക് നിലനിൽപ്പുണ്ട്. അത് നിലനിൽപ്പിൽ കൂടി നമ്മളെ ബുദ്ധിപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇടത്തെ ബ്രെയിൻ ബുദ്ധിപരമുണ്ട്, പക്ഷെ വലത്തെ ബ്രെയിനാണ് നമ്മുടെ ആത്മീയത വാസ്തവത്തിലിരിക്കുന്ന അവിടെ മുഴുവനും. നമ്മൾ ആത്മീയതയായിട്ട് മാറ്റുന്നതൊക്കെ വലത്തെ ബ്രെയിനിൽ കൂടി തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും കൂടി സമന്വയിക്കണം. സമന്വയിച്ച് ഒരുമിച്ച് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പൊ ഒരുമിച്ച് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ബോധമണ്ഡലത്തില് പല ആവശ്യങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ ഈഗോ ഡിഫ്ലേഷൻ. ഈ നമ്മളെക്കാൾ വലിയ ശക്തിയെ നമ്മൾ നിശ്ചയിച്ച് ഞാനാണ് ആ വലിയ സംഗതി, ഞാനാണ് ദൈവം എന്നുള്ള ആ ഒരു അഹന്ത, ആ കേമത്തരം, ആ ഞാനാണൊരു കുന്തം എന്നുള്ള ആ ഒരു സംഗതി, അതിന് തുടക്കത്തിലെ തന്നെ അതിന്റെ തലക്കെട്ട് കൊടുക്കും. നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യം മുതൽ തന്നെ അതില് ആ ഈഗോ ഡിഫ്ലേറ്റ് ചെയ്യാൻ നമ്മൾ അറിയാതെ തന്നെ ആദ്യമായിട്ട് വരുന്ന ഓരോരുത്തരിലേക്കും അത് നമ്മൾ പടികളിൽ കൂടിയാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെ എളിമയോടുള്ള ഷെയറിങ്ങിൽ കൂടിയെല്ലാം അത് ഒരു പുതുമക്കാരനിലേക്ക് അറിയാതെ അവന്റെ മനസ്സിലേക്ക് അത് കടന്നു വരും. അത് ആ എളിമയോടുകൂടി ആ വാക്കുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അവന്റെ നിഷേധം തകർക്കപ്പെടുകയാണ്, അവന്റെ ഈഗോ മാറ്റം വരുവാണ്. അപ്പൊ അങ്ങനെ ഒരു യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഈ മദ്യാസക്ത രോഗം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ അത് യാഥാർത്ഥ്യത്തെ നമ്മുടെ തലച്ചോറിൽ നിന്ന് എടുത്തു കളയും. നമ്മൾ തീരെ യാഥാർത്ഥ്യബോധം ഇല്ലാത്തൊരു മനുഷ്യനായി മാറും. നമ്മളെ ഈ റിലേഷൻ തന്നെ വാസ്തവത്തിൽ ഒരു ബോധമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ റിലേഷൻ ഇല്ലാതാവും. അതുകൂടാതെ നമ്മുടെ ശരീരത്തിനോടുള്ള നമ്മുടെ ബന്ധവും മനസ്സിനോടുള്ള ബന്ധവും പോകും. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നാണ് ആത്മീയത വരുന്നത്? അപ്പൊ നമ്മൾ ആദ്യം
ഒരു പുതുമക്കാരൻ വരുമ്പോൾ അവന് വേണ്ടത് ഒരു ബന്ധം, ഒരു റിലേഷൻ, നമ്മള് ഗ്രൂപ്പിലെ ഒരു ബന്ധം. ആ ബന്ധത്തിൽ കൂടി യാഥാർത്ഥ്യത്തിലേക്ക് അവനെ പതുക്കെ കടത്തിയിട്ട് അവന്റെ ശരീരം എത്ര പ്രാധാന്യമുള്ളതാണ്, അവന്റെ മനസ്സ് എത്ര പ്രാധാന്യമുള്ളതാണ്, അതിന്റെ നടുക്ക് സെന്ററിൽ നിൽക്കുന്ന ഈ ആത്മീയ ബോധം എത്രമാത്രം വലിപ്പമുള്ളതാണെന്ന് അവനെ മനസ്സിലാക്കുമ്പോൾ ഒരു ഏകാരന് രക്ഷപ്പെടാതിരിക്കാൻ പറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ പല സുഹൃത്തുക്കളും നമുക്ക് സാറേ ഒരു ഒരു മാഷക്ക് ഇറങ്ങി പോകണം, മാഷക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഒരു ജീവിതം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ മാർഗത്തിലൂടെ ലഭിക്കട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ ഗംഭീരമായിരുന്നു. ഇത് മാഷിലെ ഈ പ്രസന്റേഷൻ വളരെ നല്ലതായിരുന്നു. ഇത് ഈ സമയത്ത് ഒരു അത്യാവശ്യം കൂടിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് ഈ ഒരു പ്രസന്റേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി നേർന്നുകൊണ്ട് താങ്ക് യു. തീർച്ചയായിട്ടും നമുക്ക് ഇതേ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ബോബാൻ സാറിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സബ്ജക്ട് നമുക്കൊരു ദിവസം വെക്കണം. അപ്പൊ ഇതിന് കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ ഇപ്പൊ മാഷ് സാറ് പറയുകയാണെങ്കിൽ എത്ര സംസാരിച്ചാലും നിങ്ങൾക്ക് അത് വളരെ ആഗ്രഹമുള്ളതാണ് കേൾക്കാനായിട്ട്. പക്ഷെ നമ്മുടെ സമയം അനുവദിക്കാത്ത സോറി ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സമയം ഞങ്ങൾക്ക് ആഗ്രഹമാണ്, എത്ര കേൾക്കാനും ഞങ്ങൾക്ക് ആഗ്രഹമാണ്. പക്ഷെ ഇവിടെ സമയത്തിന്റെ ഒരു ദൗർബല്യം നേരിടുന്ന കാരണം മാത്രമാണ്. അതുകൊണ്ട് സോറി. ഇനി നമുക്ക് മാഷക്ക് ഒരു നന്ദി പറയാ എന്നുള്ളതാണ് വളരെ അത്യാവശ്യം. അതിന് നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ വന്നിട്ടുണ്ട്. ഇതുമാതിരി തന്നെ ടീച്ചറും കയറാൻ അലനോൺസ് ആരും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ സബ്ജക്റ്റിന്റെ. എന്ത് സംഭവിച്ചറിയില്ല, എല്ലാ ഏക്കാരോടും പറഞ്ഞിട്ടുണ്ടാണ് ഇതൊരു അലനോൺ മീറ്റിംഗ് കൂടിയാണ് എന്നുള്ളത്. അതുമാതിരി തന്നെ അലറ്റീനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ ടീച്ചറെ വിളിച്ചപ്പോ ഞാൻ ടീച്ചറോടൊന്ന് ചോദിച്ചത്, എന്താ ടീച്ചറെ ആരും കാണാനില്ലോ അലനോൺസ്? അപ്പൊ ടീച്ചർ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്നാലും ടീച്ചർ കയറിയിട്ടുണ്ട്. അപ്പൊ ടീച്ചറെ 2 വാക്ക് കേൾക്കാൻ നമുക്ക്. ടീച്ചറെ പ്ലീസ്. ടീച്ചർ കേൾക്കുന്നില്ലേ? മൈക്ക് ഓപ്പൺ ചെയ്യണം ടീച്ചറെ. എന്താ അറിയുന്നില്ല. ഹലോ ഓക്കെ നമുക്ക് ഹലോ, ഞാൻ കൊല്ലത്തുനിന്നാണ്. ജൈജുവിന്റെ വൈഫാ. ഞാനും ജയന്റോടൊപ്പം കേൾക്കുന്നുണ്ടായിരുന്നു. സാറ് പറഞ്ഞ ദൈവത്തിലുള്ള വിശ്വാസം നന്നായിട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ അത് ഒരുപാട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നന്ദി. ഇതുപോലുള്ള പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കണം. വളരെ നന്നായിരുന്നു. താങ്ക് യു. അപ്പൊ ഇതില് അലനോൺസ് വേറെ രീതിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. മതി. ഓക്കെ, സന്തോഷമുണ്ട് ഷൈജു. ടീച്ചർ കേൾക്കുന്നില്ല. അടുത്ത ആരാണ്? ലാൽജി MP. കൃഷ്ണൻ നിൽക്കാണ്ടൊക്കെ ആൾക്കാരെ MP MLA ആവുന്നത്. ലാൽജി എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ആർക്കാണ് മാഷക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണെങ്കിൽ ചോദിച്ചോളൂ. ഇനി നന്ദി പറയാന്നുള്ളത് മാത്രമല്ല, ചോദിക്കാനുള്ളത് ചോദിക്കാം. ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കാം. ആർക്കാരും ചോദിച്ചോളൂ പ്ലീസ്. സമയം കളയണ്ട. 2 മണി ആവുമ്പോൾ മുമ്പ് മാഷ് പോകും. കോഴിക്കോട് നമ്മുടെ ഷിനോജ്. ഹലോ. യെസ്. ഞാൻ 2 വാക്ക് പറയട്ടെ? കേൾക്കണ്ടേ? പറഞ്ഞോളൂ. അതേപോലെ ഒരു മധ്യസ്ഥനാണ്. ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഇന്നത്തെ ഫെലോഷിപ്പിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇന്ന് കുടിച്ചിട്ടില്ല. എന്റെ പേര് തുടക്കത്തിൽ തന്നെ നമ്മളെ തോമസ് സാറിന്റെ ഷെയറിങ് കേട്ടു. അപ്പൊ അതിൽ ഏക്കാരുടെ വസ്ത്രധാരണം മറ്റുള്ളത് ഞാൻ ഇന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് രാവിലെ മടി പിടിച്ച് കാരണം രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല. കുളിക്കേണ്ട വലിയ അശുദ്ധിയൊന്നുമില്ല, പിന്നെ ചെറിയ അശുദ്ധി
പക്ഷെ ഈ ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ ഇതെന്നല്ല, ഈ നല്ല പരിപാടികൾക്ക് പോകുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് നിക്കണം. നല്ല എന്റെ ഭാര്യ ചോദിക്കും, നിങ്ങളെന്തിനാ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഈ പുറത്തു പോകുന്നില്ല, ആ കള്ളിത്തുണിയോ ബനിയനും മാത്രം ഇട്ടാ പറയുന്ന, വേറുള്ളവർക്ക് ഇത് അലക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ എനിക്ക് മീറ്റിങ്ങിലായാലും നിസ്കരിക്കുമ്പോഴായാലും ഞാൻ ദൈവം എന്നെ വൃത്തിയായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. പണ്ട് ഞാൻ എങ്ങനെ നടന്നു എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം നിന്നോട് അന്ന് മാഷ കാത്തു നിൽക്കുമ്പോ അതുവരെയുള്ള ഷെയറിങ്ങിന് ക്ഷണിച്ചപ്പോ ഞാൻ വരാറിഞ്ഞാണ്, ഞാൻ കുടിക്കാൻ പോയി. എന്തായാലും ഇത് വളരെയധികം ഞാനിങ്ങനെ ഒരു ടോക്ക് ആദ്യം അന്വേഷണത്തിന്റെ ഇതിനുള്ളത് നമ്മള് മൂന്നാം പടി വരെയാണ് നമ്മള് പല ടോക്കുകളും കേട്ടിട്ടുണ്ടെങ്കിലും മാഷ് അത് അതിനെയൊക്കെ വളരെയധികം വേറൊരു തരത്തിലൂടെ കൊണ്ടുപോയത് വലിയ അഭിനന്ദനം അറിയിക്കുന്നു മാഷ്. മാഷ് പൊക്കി പറയില്ല. ഞാനത് ചിലതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ നമുക്ക് കിട്ടുന്ന അറിവുകള്, ഈ ആത്മീയമായ ഈ അനുഭവം, ഞാനിപ്പോ ലോക്കിലൊക്കെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയില് നമുക്ക് ഇതിൽ നിന്നൊക്കെ മുക്തമാകാന് ഒന്നും കൂടെ സഹായകരമാകുന്നുണ്ട് ആ സംസാരം. അത് വളരെയധികം നന്നായി ചെയ്തു. ഇനി അതിനെ പറ്റി കൂടുതൽ നമുക്ക് വിശകലനം നടത്താൻ നമ്മളെ ഗ്രൂപ്പിലൊക്കെ സമയമുണ്ട്. എന്തായാലും 4 മണി വരെയുള്ള ടൈം നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന് കൂടുതൽ ചർച്ച ചെയ്യാൻ സമയം ആയിരുന്നു കവരുന്നില്ല. വളരെയധികം എക്സലന്റ് ആയിക്കണം മാഷെ. നല്ല ഒരു ഓക്കെ, താങ്ക് യു. കൂടുതൽ വിശദീകരിക്കുന്ന സമയമില്ല. ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷൈജു. ശരിക്കും വളരെ വളരെ മനോഹരമായ സബ്ജക്റ്റ്. പക്ഷെ ഞാനിത് ശരിക്കും രാവിലെ മുതലേ വളരെ ഇതിലിരിക്കുകയായിരുന്നു. കാര്യം ഈ കണ്ടംപ്റ്റ് പ്രിയർ ടു ഇൻവെസ്റ്റിഗേഷൻ, അതായത് നമ്മൾ ആ ഒരു അന്വേഷണത്തിന് മുമ്പ് ഇതിനകത്ത് കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനപ്പോ എനിക്ക് കൊല്ലത്തൊക്കെ ഈ കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ തന്നെ അതിനൊരു മുൻധാരണയോടുകൂടി അതിനെ ആ കാണുന്ന രീതി, അത് ശരിക്കും ആ ഒരു ടൈറ്റിലിൽ തന്നെ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കാരണം വളരെ താല്പര്യത്തോടുകൂടി തന്നെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഞായറാഴ്ച മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് കുടുംബമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റി. പക്ഷെ മാഷ് അത് കൊണ്ടെത്തിച്ചത് 3-ാം പടിയിലായപ്പോഴത്തേക്ക് അത് വളരെ മനോഹരമായി. കാര്യം 99, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, 99.99% പോരാ, 100% വിട്ടുകൊടുക്കാൻ ദൈവത്തോട് കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ഇതിനകത്ത് നീതിപൂർവ്വം നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരല്പം പോലും സംശയത്തിന് ഒരിത് കൊടുക്കരുത്. പക്ഷെ ഇന്ന് മാഷിന്റെ ആ ഒരു ഇത് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വൈഫിനെ കൂടെ വിളിച്ചിരുത്തിയത് ആ ഒരു കാര്യം നീയും കൂടെ ഉൾക്കൊള്ളുക എന്നുള്ള രീതിയിലായിരുന്നു. അതെനിക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടെ തന്നെ പറയുന്നു. മാഷ് അത് നന്നായിട്ട് നീതിപൂർവ്വമായിട്ട് തന്നെ പെരുമാറി എന്നുള്ളതാണ് ഇത്രയും സംസാരിച്ചത്. ഇത്ര ലേറ്റ് ആയെങ്കിലും അത് വളരെ നന്നായി, വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു. എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു. കുടുംബമായിട്ട് സന്തോഷം മാഷെ. താങ്ക് യു. എന്തായാലും തമാശയിലും ഞാനൊരു കാര്യം പറയട്ടെ, ഈ സബ്ജക്ട് കണ്ടുപിടിച്ച ആൾക്കും ഒരു താങ്ക്സ് സംഭവം. സംഭവിക്കാനൊന്നും പോണില്ല. അതെ, ഒരു സബ്ജക്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ആദ്യം ഈ സബ്ജക്ട് പറയുമ്പോഴത്തേക്ക് ഇത് എവിടുത്തെ പക്ഷെ പിന്നീട് എന്തായാലും പറയാതിരിക്കാൻ പറ്റും. ഹരിയാസാറിനും അതിനൊരു താങ്ക്സ്. ഓക്കെ, അടുത്തത് ആരാ? നീ അടുത്ത ആള് ടീച്ചർ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ എന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാനേ കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞ് അന്നേരം അത് കഴിഞ്ഞ് കയറി മാഷിന്റെ സംസാരം കുറച്ച് കേട്ട് അതിന്റെ ഇടയ്ക്ക് വേറെ ചില കാര്യങ്ങൾ വന്നതുകൊണ്ട് അത് ഒന്ന് ശരിയായി ഗ്രഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ വിളിച്ചപ്പം സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ ഞാനും മാഷും കൂടി അമ്മേനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമായിരുന്നു. അപ്പൊ ഇതിങ്ങനെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് അത് അൺമ്യൂട്ട് ആക്കാനും പറ്റിയില്ല. അങ്ങനെ താമസിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇന്നത് നന്ദി പറയാൻ യോഗ്യയല്ല. ബിനോയ് മാഷിക്ക് നന്ദി പറയാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ശരിയായി ഞാൻ കേട്ടില്ല, എന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല കാര്യത്തെ കുറിച്ച്. ഓക്കെ. അടുത്തത് സനോജ് കേൾക്കുന്നുണ്ടോ? സനോജ് കോഴിക്കോട്. സുഹൃത്തുക്കളെ, ഞാൻ മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും 7 കൂട്ടായ്മയിലായതിനുകൊണ്ട് ഞാൻ മദ്യപിച്ചില്ല. എന്റെ പേര് ഷിനോജ്. എന്തായാലും ഞാൻ ഇതിൽ കയറാൻ കുറച്ച് നേരം വൈകിപ്പോയി. പറഞ്ഞാല് ഞാൻ ആദ്യം എറണാകുളം ഇന്റർഗ്രൂപ്പിലേക്ക് കയറി.
അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണൂരിലേക്ക് കയറി. 2 വിഷയം കുറച്ച് കേട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് ആലോചിച്ച് എപ്പോഴും ഒന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് ജനമൈത്രി ഗ്രൂപ്പില് മാഷയുടെ ഈ സ്പീച്ച് ഉണ്ടെന്നുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കാണുന്നില്ലല്ലോ, ഇന്നൊന്നും വന്നില്ലല്ലോ. നോക്കുമ്പോ 26-ാം തീയതി ഡേറ്റിലാണ് അത് ഉള്ളത്. ഇന്നത്തെ ഇതിലൊന്നും കാണുന്നില്ല. അപ്പൊ വേഗം കയറിയാണ്. പക്ഷെ മാഷയുടെ അവസാന ഭാഗം കുറച്ചേ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും ഹരിദാസ് ചേട്ടാ ഒന്ന് ഇമെയിലിൽ റെക്കോർഡ് ചെയ്ത് ഒന്ന് അയച്ചു തരണം. കേൾക്കാൻ എന്റെ പെണ്ണുങ്ങളും കൂടെ അപ്പുറം കേൾക്കാൻ വെച്ചിട്ടാണ്. അപ്പോ എന്തായാലും അയച്ചു തരണം. ഡോക്ടറുടെ ഞാൻ കേട്ടിരുന്നു. ഡോക്ടർക്ക് എന്തായാലും ഒരു അവസരം ആ വിഷയത്തിന് ഒന്ന് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഹരിദാസ് ചേട്ടാ. താങ്ക് യു. താങ്ക് യു. ജോസഫ് സാർ എന്ത് പറയണോ? തൊടുപുഴ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ മോഡറേറ്റർ കൂടിയാണ് കേട്ടോ അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, അമിത മദ്യപാന രോഗിയാണ്. ദിവസം കുടിച്ചിട്ടില്ല. പേര് ജോസഫ്. ജോസഫ് സാർ ബിനോയ് മാഷ് വല്ലാതെ ഈ ചെറിയ സമയം കൊണ്ടേ ആത്മീയതയുടെ എല്ലാ തലങ്ങളും ഫേസ്ബുക്കിൽ എങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു അത് മുഴുവൻ നമുക്ക് വേണ്ടി കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് വളരെ എല്ലാം എടുത്തു വെച്ച് സമാധാനത്തോടെ ഇരുന്ന് കേൾക്കാനും പറ്റി. അതൊരു ഈ സ്പെൻസറിന്റെ ഈ ഇത് ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ വായിച്ചു നോക്കിയിട്ട് എനിക്ക് സത്യത്തിൽ ആളുകൾ പിടികിട്ടുന്നില്ല. ഞാൻ ഷൈജുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അവജ്ഞയെന്ന പേരല്ല വിഷയം, വാക്കുകളിലല്ല, അതിന്റെ യഥാർത്ഥ അർത്ഥം അതെന്ന് മനസ്സിലായി. മുൻവിധികളില്ലാതെ നമുക്ക് സമീപിക്കാൻ തുറന്ന മതി. അതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ആത്മീയത നമ്മളെ അതെങ്ങനെ സഹായിക്കുന്നു, സത്യസന്ധമായിരിക്കേണ്ടതും തുറന്ന മനസ്സുതിയോടെ ഇരിക്കേണ്ടതും ഒക്കെ നമ്മൾ എങ്ങനെ നമുക്ക് പ്രോഗ്രാം നമ്മളെ അതിലൂടെ സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അതോ എനിക്കറിയില്ല. ഇന്നൊരു അദൃശ്യ കരങ്ങൾ കൂടെ ബിനോയ് മാസ്റ്റർ കൂടുതൽ ഉണ്ടായിരുന്നു വിശ്വസിക്കുന്നു. അത് ആ വലിയ ശക്തിയുടെ ഇടപെടലായിരിക്കാം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ആൽക്കോട്സ് അനോണിമസ് വന്നപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം ഈ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മൃതമാണ്. നമ്മളെ പ്രവൃത്തിയില്ലാതെ ഇവിടെ നിന്ന് വായിക്കുവോ അല്ലെങ്കിൽ ആർക്കൊന്നും ചെയ്തുകൊണ്ട് തിരിച്ചു വരില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഹരിദാസേട്ടൻ അതിൽ പ്രവർത്തിച്ചു, അതിന്റെ ഫലം കണ്ടു, നമ്മളെല്ലാം അനുഭവിച്ചു. സത്യത്തിൽ ആൽക്കോഹോളിക്സ് അനോണിമസ് ഇത് തന്നെയാണ്. നമ്മൾ പ്രവൃത്തിയില്ലാത്ത ഒരു വിശ്വാസത്തിനും ഒരു പ്രാർത്ഥനയും ആൽക്കോഹോളിക്സ് അനോണിമസില് സ്ഥാനമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തിരിച്ച അഭിപ്രായമുള്ള മാസ്റ്റർക്ക്, നമ്മുടെ മോഡറേറ്റർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തത് ആരാണ്? വരൂ 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 വരൂ, കടന്നു വരൂ, സമയം പോകുന്നു. സാൻഡോ ഡ്യൂട്ടിയിലാണോ? സുനിൽ ടിയു മധ്യാസക്തനാണ്. എയുടെ കൂട്ടായ്മയിൽ ഈശാന ചെയ്താലും ഇന്നത്തെ ഈ നിമിഷം മദ്യപിച്ചില്ല. എൻ്റെ ഒരു സുനിൽ. ഹായ്. സുനിൽ. ഇന്ന് ശരിക്കും പറഞ്ഞാല് ഈ പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നാലും അവസരം കിട്ടിയപ്പോൾ കയറിയപ്പോഴേക്കും ഏകദേശം കഴിയുകയും ചെയ്തു. എങ്കിലും സാരമില്ല, പങ്കെടുത്തു എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഇന്നുള്ളൂ. പങ്കു ചേർന്നു എന്നുള്ള മാത്രമേ ഒരു ഇതുള്ളൂ. എങ്കിലും പറഞ്ഞത് കേട്ടിട്ട് വിഷയമാണ് അവതരിപ്പിച്ചെന്ന് തോന്നുന്നു. എന്തായാലും മാഷിനും നമ്മുടെ ഹരിദാസ് ചേട്ടനും മോഡറേറ്റർ ആയിരുന്ന എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഒരു നല്ലത് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് അനീഷൻ, ബാംഗ്ലൂർ. സോറി, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നത് കേൾക്കാൻ പറ്റിയില്ല. എന്നായിരുന്നാലും പങ്കുചേരാൻ പറ്റി. എന്നാലും ബിനോയ് മാസ്റ്ററെ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഡയറക്റ്റ് കേട്ടിട്ടുള്ള ആളാണ്. പക്ഷെ എന്തായാലും ബിനോയ് മാഷിനും പിന്നെ ഹരിദാസേട്ടൻ പറഞ്ഞ പോലെ ഈ സബ്ജക്ട് കണ്ടുപിടിച്ച ഹരിദാസേട്ടനും വളരെയധികം നന്ദിയുണ്ട്. നിങ്ങള് സബ്ജക്ട് തന്നെ പറഞ്ഞ, കാരണം അതൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, മോശല്ലേ? അല്ല അതിലെന്തായാലും പറയണേ, കാരണം അത് ഒരു സബ്ജക്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം
അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിലും കാരണം ഇതൊക്കെ ഒരുപാട് സ്റ്റഡിയൊക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നല്ലേ. നമ്മളൊക്കെ ഇപ്പൊ കേട്ടിരിക്കുമ്പോൾ നമുക്കതൊരു സുഖം കിട്ടും. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ളൊരു കഷ്ടപ്പാട് ഭയങ്കരം തന്നെയാ. കാരണം നമ്മളെപ്പോലുള്ളൊരു മദ്യപാനീനൊക്കെ നേരാക്കി കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് കഷ്ടം സഹിക്കുന്ന ഒരുപാട് പഴമക്കാരുണ്ട്. അവരൊക്കെ ഓർത്ത് അവരൊക്കെ ആലോചിക്കുമ്പോഴാണ് ഞാനൊക്കെ ഒരുപാട് തെണ്ടിത്തരം ചെയ്യുമ്പോ ഇപ്പൊ മാറി നിൽക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും തുടങ്ങുന്ന തന്നെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും മീറ്റിങ്ങിലൊക്കെ ഇത്രയൊക്കെ വിഷയാവതരണമൊക്കെ നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങളും ജീവിതത്തെ ഒരു നേരിട്ട് കാണാൻ തന്നെ ആ ഒരു നമുക്കില്ലാത്ത പോയൊരു ഭാഗ്യം നിങ്ങളുടെ കൂടി കിട്ടുന്നുണ്ടല്ലോ. കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തടത്തിലാണല്ലോ ഓരോന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ല ഉപകാരമുണ്ട് ഈ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ. കാരണം എന്റെ റിക്കവറിയിലെ ഒരു 10% ഇപ്പോ ആ റിലാപ്സ് സംഭവിച്ചപ്പോ വന്നത് ഈ ഓൺലൈൻ മീറ്റിംഗ് തന്നെയാണ്. ഫിസിക്കൽ മീറ്റിങ്ങിനെ കുറ്റം പറഞ്ഞല്ല, അതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ബന്ധപ്പെടുന്ന സമയത്ത് ആ ഒരു ശക്തി ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ച് അറിയുന്നുണ്ട് ഇപ്പോ. അതുകൊണ്ട് എല്ലാവർക്കും സുഖത്തിന് നല്ല നാളുകൾ നേരുന്നു. വിനയ് ഭാഷനും എല്ലാവർക്കും താങ്ക് യു ഹരിദാസേട്ടാ. താങ്ക് യു അനീഷൻ, താങ്ക് യു. രഘു പാലക്കാട്. ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, നന്നായിട്ട് ഊണ് കഴിക്കൂ, ആരോഗ്യം വരട്ടെ. ലോക്ക്ഡൌൺ അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, മാഷ്ക്ക് പോകണം. മാഷേ, നമ്മുടെ ഇത് മീറ്റിംഗ് 4 മണി വരെ ഉള്ളതാണ്. അത് കാരണം കൊണ്ട് ഞാൻ ഇറങ്ങിക്കോട്ടെ. വളരെ സന്തോഷം. ചോദിച്ചോളൂ. ഇനി ചോദ്യം ആരാള് ഇത്ര നേരമായിട്ട് ഞാൻ രമേശൻ വടകരയാണ്. മാഷെ, ഞാന് 8 കൊല്ലോ 4 മാസമോ പിന്നെ ഇന്നേക്ക് 28 ദിവസമായി ആൽക്കഹോളിക് അനോണിമസിന്റെ കൂട്ടായ്മയെ കൂടി സഞ്ചരിക്കുന്നത്. വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല മാഷെ. എനിക്ക് എന്താ പറഞ്ഞാൽ 1-ാം പടിയും 12-ാം പടിയും ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയൊന്നും എനിക്ക് ചെയ്ത് ആകാനാകുന്നില്ല. എന്താ പറഞ്ഞാൽ എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല, കൃത്യമായിട്ട് ഇത് വായിക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം മാഷെ? ഞാൻ പറയാം. ഈ വിദ്യാഭ്യാസവും എയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ, അതായത് പുസ്തകങ്ങളുടെ ഒക്കെ സഹായത്തോടെ മനസ്സിലാക്കാനുള്ള സഹായമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വിദ്യാഭ്യാസമുള്ള എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. മനസ്സുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലുത്. രമേശൻ ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും കുറച്ചു കാലം മുമ്പേ രമേശിനേക്കാളും അല്പം കൂടെ ഒക്കെ മുമ്പേ എയിൽ വന്നിട്ട് ഈ ഒരു രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് രമേശന് തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോട് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റൂ എന്നൊന്ന് ചോദിക്കുക. അതുപോലെ ഇപ്പോ രമേശൻ അറിയാവുന്ന ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പുകളിലൂടെ ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേരും, നമുക്ക് മാനസികമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരാളാണ് അയാളെന്ന് തോന്നുന്നെങ്കിൽ അത്തരം സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അവരോടും ഒന്ന് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരാളെ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറേയും കൂടെ എളുപ്പമുണ്ട്. വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ രമേശൻ അയാളെ വിശ്വാസം ഉണ്ടായിരിക്കണം. അയാളെ എനിക്ക് ഇത്തരം കാര്യങ്ങൾ വിശ്വസ്തയോടെ പറഞ്ഞു തരാൻ പറ്റിയ ആളാണ് എന്ന് രമേശന് ബോധ്യമുള്ള ഒരാളെ, രമേശിനേക്കാൾ ഒരുപാട് വർഷം മുകളിൽ പോയിക്കോളണം നിർബന്ധമില്ല, എയുടെ ജീവിത രീതിയിൽ കൂടെ പോകുന്ന അത്യാവശ്യ കാര്യങ്ങൾ അറിയാവുന്നത് എന്ന് രമേശന് തോന്നുന്ന ഒരാളെ രമേശൻ സമീപിക്കുക. എനിക്കൊന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ രമേശിനെ സഹായിക്കും, എന്താണെങ്കിലും സഹായിക്കും. ഈ 1ഉം 12ഉം പടി മാത്രം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, നമ്മൾ അതിനെ ഏത് പറയുക, 2 സ്റ്റെപ്പിംഗ് എന്നാ പറയുക. 2 പടി മാത്രമാണ് 2 സ്റ്റെപ്പിംഗ് എന്ന് പറയുക. 1-ാം പടി ഏറ്റവും ഞാൻ മദ്യത്തിന് ശക്തിയാണ് സമ്മതിച്ചു, 2ാമത് ഈ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുത്തു. അതിലൂടെ കുടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നടക്കുക. പക്ഷേ നമുക്കുണ്ടാവേണ്ട നേരത്തെ പറഞ്ഞ ആ ഒരു ആത്മീയമായ അനുഭവമോ അല്ലെങ്കിൽ 3-ാം പടിയുടെ പ്രയർ പറയുന്ന പോലെയുള്ള ആ ഒരു സന്തോഷമോ ഒരു പുനർജന്മമോ ഒന്നും സംഭവിക്കുന്നില്ല, കുടിക്കുന്നില്ല. പക്ഷെ മറ്റൊരുപാട് കുടി മാത്രമല്ല, വന്നു കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ്. 3, 4, 5 3 4, 5, 6 പടികളിലൂടെ വീട് വൃത്തിയാക്കൽ രമേശന് പറ്റുന്നത് പോലെ ചെയ്താൽ മതി. ഇന്നതുപോലെ ഇത്ര ആഴത്തിൽ എന്നുള്ള കണക്കൊന്നുമില്ല, ഇത്ര ഡോസ് അല്ലെങ്കിൽ ഇത്ര മാതിരി കഴിക്കണം എന്നുള്ള കണക്കൊന്നുമില്ല. അത് നമ്മൾ തിരിച്ചറിയുന്നത് പോലെ നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ ഞാൻ അവസാനം പറഞ്ഞ
ആ ഒരു അവസ്ഥയിൽ ഇന്നിനെ കുറിച്ചോ നാളെയെ കുറിച്ചോ മറ്റന്നാളിനെ കുറിച്ചോ ആശങ്കകളില്ലാതെ നമുക്കൊരു ആത്മീയ വിശ്വാസത്തോടെ പുനർജനിക്കാൻ പറ്റും. രമേശൻ അങ്ങനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നതിനിടയിൽ എന്തെങ്കിലും എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് വല്ലതും ഉണ്ടെങ്കിൽ രമേശൻ ഒരു മടിയും വേണ്ട, വിളിക്കുക. തിരക്കാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. ചിലപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ എടുത്തില്ല എന്ന് ഒന്നും വിചാരിക്കരുത്. ഞാൻ തിരിച്ചു വിളിക്കുക. എനിക്ക് ചെയ്യേണ്ടത്, എനിക്കൊരു മെസ്സേജ് അയക്കണം, ഞാൻ വടകര എന്നുള്ള രമേശനാണ് വിളിച്ചത് എന്നൊരു മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കും. അന്നേരം വിളിച്ചില്ല എന്ന് വരും, ഞാൻ ഓഫീസിലാണെങ്കിൽ തിരിച്ചു വിളിക്കും. അപ്പോൾ എങ്ങനെ വിളിച്ചോളണം നിർബന്ധമല്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ മാത്രമല്ല, ജോസഫ് സാർ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. അവരോടൊക്കെ ആകാവുന്നതാണ്. പി യു ജോസഫ് സാറുണ്ട്, വക്കീലുണ്ട്, സണ്ണി ഇപ്പൊ സുഖമില്ല, തൽക്കാലം കുറച്ചും കൂടെ വിടാം. ഹരിദാസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ഹരിദാസിന്റെ ഒക്കെ ഉണ്ട്. അപ്പൊ പറ്റുന്നവരെയൊക്കെ നമുക്ക് ബന്ധപ്പെടാം. എല്ലാവരും നമ്മുടെ ആളാണ്. എല്ലാവരും ഈ കാര്യത്തിൽ രമേശനെ സഹായിക്കാൻ സന്നദ്ധരും താല്പര്യമുള്ളവരുമാണ്. രമേശൻ ആരെയാ പറ്റുക എന്നുള്ളത് രമേശൻ മാത്രം ചിന്തിച്ചെടുക്കേണ്ട തീരുമാനം. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം കുറവുള്ളത് കൊണ്ട് ആണ് ഏയുടെ പ്രത്യേകത. അതാ, എനിക്കില്ലാത്തത് മറ്റൊരാൾ തരും. ആണ് എക്സ്പീരിയൻസ്, സ്ട്രെങ്ത്, ഹോപ്പിന്റെ പ്രത്യേകത. അത് എയുടെ രീതിയാണ്. അത് തന്നെയാണ് എയെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും. റിക്കവറി ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സഹായിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും സഹായിക്കുക എന്നുള്ളത്, പൈസ കൊടുത്തിട്ടൊന്നും അല്ലട്ടോ, സഹായിക്കുക എന്നുള്ളത് എയുടെ രീതിയാണ്. അങ്ങോട്ട് രമേശനെ സ്വീകരിക്കാൻ പോരെ രമേശ? ഓക്കെ. ഓക്കെ, എന്നാ നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ ഏറ്റവും കൂടുതൽ സമയം ഇപ്പൊ ഗ്രൂപ്പ് കൊണ്ടു നടക്കുന്നത് അഹമ്മദ് CP ആണ്. അപ്പോ CP അഹമ്മദ് മാസക്കൊരു സുഹൃത്തുക്കളെ, മധ്യാസക്തനാണ് പേര് അഹമ്മദ്. ഹായ് അഹമ്മദ്. ഹായ്. എന്താ പറയാ, എക്സലന്റ് പരിപാടി, അടിപൊളി എന്നൊക്കെ പറയും എന്റെ വാസി പറയാൻ. എന്തായാലും വളരെ ഇഷ്ടപ്പെട്ട്. മാസത്തിൽ എന്തായാലും നാളെ വയ്ക്കൂല എന്നുള്ള എന്തായാലും വളരെ നല്ല ഏനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ പഠിക്കാന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പൊ മുന്നോട്ട് പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ്. പിന്നെ ഹരിദാസേട്ടൻ അതിന് നമ്മൾക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട്. എന്തൊരു കാര്യത്തിനാണെങ്കിലും എല്ലായിടത്തും എന്ത് കാര്യത്തിനും സഹായിക്കുന്നുണ്ട്. അത് തന്നെ വലിയ ഭാഗ്യം. അപ്പൊ എല്ലാവർക്കും നന്ദി. മാഷകൾക്ക് പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു. താങ്ക് യു അഹമ്മദ്, താങ്ക് യു വെരി മച്ച്. അനിൽകുമാർ, ഞാനൊരു അമിത മധ്യാസക്തൻ, ദൈവകൃപയാലും വേയുടെ കൂട്ടായ്മയിലും ഇന്ന് സംബന്ധിച്ചില്ല. എന്റെ പേര് അനിൽ അഷ്ടമുടി. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി ഷൈജു പറഞ്ഞ പോലെ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് ഈ നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നത്. പക്ഷെ എന്നിരുന്നാലും ഷൈജു തന്നെ വിളിച്ച് ഇത്ര സമയത്ത് കയറാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്കും വളരെ സന്തോഷമായി. എന്തായാലും വിനയ് മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കാനും അതിൽ ഉള്ള പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനും ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഈ 3 പടികളെ പറ്റിയും ഒക്കെ വളരെ കുറച്ചും കൂടെ ആധികാരികമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. എന്നിരുന്നാലും മാഷിന് വളരെയധികം നന്ദിയുണ്ട്. ഇത്ര സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ വളരെ ബിഗ് ബുക്കിലെ പേജുകൾ സഹിതം ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റിയതിൽ അതില് വളരെയധികം സന്തോഷമുണ്ട്. മാഷക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഹരിദാസ് ചേട്ടാ. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിരിക്കുകയാണ്. 2 മണിയാവാൻ 5 മിനിറ്റുള്ള. ഏതായാലും 10-50 ആൾക്കാരോളം ഏകദേശം പങ്കെടുത്തു. അലനോൺസിന്റെ ഒരു കുറവ് വലിയൊരു ഫീലായി തോന്നി. ആരും വേണ്ടത്ര ഗൗരവം അതിന് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം, ഞാനടക്കം. അത് നമുക്കൊരു പോരായ്മയായിട്ട് കാണണ്ട. അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണി തൊട്ട് ഒരു അലനോൺ സബ്ജക്ട് ഉണ്ടായിരിക്കും. അലനോണിനെ തീരുമാനിച്ചിട്ടുണ്ട്. സബ്ജക്ട് എന്താന്നുള്ളത്, അലനോൺ ആരാന്നുള്ളതൊക്കെ വഴിമാതിരി വരും. അപ്പോ അതും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. കഴിയുന്ന അലനോൺസിന്റെ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പാക്കണം. വേറൊന്നും കൊണ്ടല്ല, നമ്മളൊരു കാര്യം ചെയ്യുന്നത് മറ്റൊരാൾക്കും കൂടി ഉപകാരമാവണമെങ്കിൽ ഗ്രൂപ്പിൽ ആള് വരുന്ന കാര്യം നോക്കണ്ട. ഗ്രൂപ്പിൽ വരാന്നുള്ളതല്ല ഇവിടുത്തെ കാര്യങ്ങള്. ഇവിടെ ആരും നമ്മൾ മത്സരിക്കാനും ഇല്ല. വരുന്നവർ ഇപ്പോ രാവിലെ ബ്ലൂ ജീൻസ് ഇല്ല പറഞ്ഞു എന്നോട് പല ആൾക്കാരും പറഞ്ഞു നമുക്ക് ഗൂഗിൾ മീറ്റ് ആവുക. ഇവിടെ മത്സരമൊന്നും നടക്കുന്നില്ല. ഞാനും മാഷുമായിട്ട് സംസാരിച്ചു. മാഷ് പറഞ്ഞു എന്താ ചെയ്യാൻ രാസി ചോദിച്ചു. മാഷെ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിപ്പോ ഇത് ഇന്നെ ഇവിടെ നടത്തിയിട്ട് ഇവിടെ കൊടി ഏറ്റവും വലിയ അവാർഡ് കിട്ടാനൊന്നും പോണില്ല. നടക്കുന്നില്ല. വേണ്ട, കിട്ടാൻ പറ്റുമോ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ പറഞ്ഞു. ഭക്ഷണം കഴിച്ചത് ഇന്ന് രാവിലത്തെ ചായ കുടിച്ചത് പല്ല് തേച്ചത് ഞാൻ 12 മണിക്കാണ്. 12 മണി കഴിഞ്ഞു.
അത് നടത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഒന്ന് നടക്കുന്നില്ലെങ്കിൽ അത് ഇട്ടിട്ട് അടുത്തതിനെ പിടിക്കുക. പണ്ടും അത് തന്നെയായിരുന്നു. പണ്ട് ഞാൻ ചെയ്തിരുന്നത് അത് തന്നെയാണ്. അതല്ലല്ലോ ഇന്ന് മാറിയ മനോഭാവം എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ കാരണങ്ങളെന്ന് കണ്ടെത്താനായിട്ട് സമയം കണ്ടെത്തി, അത് പരിശ്രമിച്ചു, അത് കിട്ടി, അത് അവർ അറിയിച്ചു. പക്ഷെ ഭാഗ്യം എന്ന് പറയുന്നത് അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു കാര്യം ആരും അറിയിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റി. വേണ്ട വിധത്തില് അതിനെ കണ്ടു. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ഉടനെ അവർ ഫോൺ ചെയ്ത് അറിയിച്ചു. ഓക്കെ ആയിട്ടുണ്ട് പറഞ്ഞു. നമുക്ക് അതിനെ നടത്താൻ പറ്റി. അപ്പൊ ആൾക്കാരുടെ ബാഹുല്യം ഇവിടെ എന്നാലും 19 ആൾക്കാരുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഏക്കാരും മാത്രം ഉണ്ടല്ലോ, മേൽ ടീച്ചർ മാത്രമാണ് വേറൊരു അലനോൺ അതിലുണ്ടായിരുന്നത്. അത് വേറൊരാളും അതിലുണ്ടായിരുന്നില്ല. കാരണം അവരൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞത് ഏറെ കാര്യമാണെങ്കിൽ കൂടി ഇത് മറ്റുള്ള അലനോൺസിനും ഏറ്റവും ഉപകാരപ്രദമായ ഒരു സബ്ജക്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന മാതിരി നമുക്ക് കിട്ടിയത് നമ്മുടെ കയ്യിൽ മാത്രം വെച്ചിരിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്കും കൂടി വേണം എന്നുള്ളൊരു ബോധം എനിക്കുണ്ടാവണം. ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കണം. ഞാനത് പേഴ്സണലായിട്ട് എനിക്ക് എന്റെ വീട്ടിൽ എന്റെ അലനോൺസ് പങ്കെടുക്കുന്ന ഒരുപാട് മീറ്റിങ്ങുകളുണ്ട്. എന്റെ വൈഫ് അലനോൺസ് മീറ്റിങ്ങിനൊന്നും പങ്കെടുത്തിട്ടില്ല. അവൾക്ക് അതുമായിട്ട് യോജിക്കാനായിട്ട് മറ്റേ റിക്കവറി മീറ്റിങ്ങിനൊന്നും പങ്കെടുക്കാത്ത കാരണം കൊണ്ട് അതുമായിട്ട് അത്രയും ബന്ധമില്ല. അതാണ് സത്യം. അപ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതാത് വീടുകളിൽ നമ്മുടെ അലനോൺസിന് ഈ ലിങ്ക് ഒക്കെ കൊടുത്തിട്ട് അവരെയും കൂടി മീറ്റിങ്ങിലൊന്ന് ഉൾപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അത് അവർക്കൊരു ഗുണമായിരിക്കും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ നമ്മുടെ അലനോൺസിന് വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നും തന്നെ, ഉറപ്പ് ഞാൻ പറയും, സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. ഈവൻ ഭൗതികത ആയാൽ തന്നെ, ഭൗതികത ആയിട്ടുള്ള എത്ര ബാങ്കിൽ ബാക്കിയുണ്ടെങ്കിലും ശരി, അതിനും നമുക്ക് സസൂക്ഷ്മം വീക്ഷിച്ചാൽ മനസ്സിലാക്കും മറ്റൊരാളുടെ സഹായം നമുക്ക് അതിനും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മൾ മറക്കാതിരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് ഞാൻ വെക്കുന്നത്. ഇനി നമ്മുടെ മീറ്റിംഗ് നോൺ സ്റ്റോപ്പ് മീറ്റിംഗിലേക്ക് കടക്കുകയാണ്. 2 മണി തൊട്ട്. അഹമ്മദ്, ഞാൻ ഇറങ്ങും. എനിക്ക് ഇന്റർ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ഉണ്ട്. എന്റെ ഇന്റർ ഗ്രൂപ്പിന്റെ ഗുരുവായൂർ ഇന്റർ ഗ്രൂപ്പിന്റെ റൊട്ടേഷൻ നടക്കേണ്ട സമയമായി. അത് വെച്ച് നീട്ടുന്നത് അപഹാസ്യനാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ മീറ്റിംഗിലേക്ക് കടക്കും. അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത മോഡറേറ്ററായിട്ട് പ്രിയപ്പെട്ട അഹമ്മദിനെ ആദ്യമായി ക്ഷണിച്ചു കൊടുക്കുന്നു. ഇനി 10 മിനിറ്റ് വെച്ചിട്ട് കൊടുത്തോളൂ. ഓക്കെ? 10 മിനിറ്റ് സാറേ, ചോറുന്നണല്ലോ. യെസ്, അതൊക്കെ നടക്കുന്നു. ഞാൻ ചായ തന്നെ കുടിച്ചിട്ടില്ല. ഇനി പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. കുളിച്ചിട്ടില്ല ഞാൻ, അറിയോ? ശരി, ഓക്കെ. എന്നാ നമ്മളെ അനിലേട്ടൻ പെരുമ്പാവൂര് 10 മിനിറ്റ്. അനിലേട്ടൻ കേൾക്കുന്നു? ഇത് പെരുമ്പാവൂര് അനിലേട്ടനല്ലേ അതോ വേറൊരു അനിലേട്ടൻ ഉണ്ട്? അതാ രാമനാട്ടര? ചോറിനാ പോയി മനുഷ്യ. അതല്ല എന്താ അതല്ല. ആ രഘുവിനെ നോക്കിനാ. അല്ല, വിപിൻ ഉണ്ടല്ലോ. വിപിൻ എവിടെ?